നമ്മൾ കുഞ്ഞുങ്ങളെല്ലാം ഫോണിന് ഗാഡ്ജറ്റിന് അഡിക്റ്റാണെന്ന് പറയുമ്പോൾ യെസ് അവർ ഒബ്വിയസ്ലി അവരുടെ സോഴ്സ് ഗാഡ്ജറ്റാണെന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ എന്നോട് പറഞ്ഞ പോലെ നിങ്ങൾ കളിക്കളം താ, നിങ്ങൾ ഗ്രൗണ്ട് താ, ഞാൻ കളിക്കാൻ സ്ഥലങ്ങൾ താ, ഇതൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിലെല്ലാം ഇടപെടും. ഞങ്ങൾക്ക് നല്ല സമയം വേറെ തരൂ നിങ്ങൾ, ഞങ്ങളുടെ കളിക്കളങ്ങളില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഗ്രൂപ്പില്ല ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ എവിടെ കളിക്കും? പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരിതാണ്. പക്ഷേ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നോട് സംസാരിക്കാനോ എൻ്റെ അടുത്തിരിക്കുകയോ ചെയ്യുമ്പോൾ എന്നോടങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഫോൺ വിളിച്ചിരിക്കരുത്. ഈവൻ ഇന്നലെ പോലും കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഞാനും മക്കളും മാത്രമായിരുന്നു, വൈഫുണ്ടായിരുന്നില്ല. യാത്ര ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞാൽ ഫോൺ മാറ്റി, ഫോൺ ഞങ്ങളോട് സംസാരിക്കുന്നു പറഞ്ഞു. പാരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ പഠിക്കൂ എന്ന് പറയുന്നതിലല്ല പാരൻറ്റിങ്. അവരുടെ ഹോംവർക്കുകൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കലുമല്ല പാരൻറ്റിങ്. അത് മാത്രമല്ല പാരൻറ്റിങ്, അത് പാരൻറ്റിങ്ങിന് പക്ഷേ അതൊക്കെ പാരൻറ്റിങ്ങിൻ്റെ ഭാഗമാണ്. മറിച്ച് യഥാർത്ഥ പാരൻറ്റിങ് എന്നുള്ളത് എൻ്റെ നിർവചനം, ഞങ്ങളുടെ നിർവചനം, ഒരു കുഞ്ഞിൻ്റെ കഴിവ്, ടാലൻറ്റ് എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നതിലാണ് പാരൻറ്റിങ്. അതാണ് ഒരു ബേസിക്കലായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പാരൻറ്റിങ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഹോസ്റ്റലിലെ സമാപന വേദിയിൽ ടൊവിനോയും ആസിഫുമായിരുന്നു. കേരളത്തിലെ ഇന്ന് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള 2 ചലച്ചിത്ര നടന്മാരാണ്. രണ്ടുപേരും വളരെ കൗതുകരമായൊരു കാര്യം രണ്ടുപേരുടെ സ്പീച്ചിൽ ഞാൻ ശ്രദ്ധിച്ചു. ഒരാൾ പറഞ്ഞു, ഞാൻ കലോത്സവ വേദിയിൽ കസേര പിടിച്ചിടാൻ പോലും കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. മറ്റേയാളും ഇതിന് സമാനമായി തന്നെ ആവർത്തിച്ചു. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് അവരുടെ നിൽക്കുന്നു. സപ്പോസ് അവർ ഈ വഴിക്കൊന്നും വന്നില്ല, അവർ വേറെ പല മേഖലയിലും പോകാനായിട്ട് പ്രഷർ ചെയ്യപ്പെട്ടു. ഒരു കരിയർ വേറൊരു തരത്തിലായിരുന്നു ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ ടൊവിനോയെ പോലെയോ ആസിഫിനെ പോലെയോ ഏറ്റവും ബ്രില്യൻ്റായ ഈ 2 മഹാതാരങ്ങളെ മലയാളത്തിൻ്റെ ഫിലിം ഇൻഡസ്ട്രിക്ക് ലഭിക്കുമായിരുന്നു. സോഷ്യൽ സ്പേസുകൾ, അത് യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ യുവധാര നടത്താകട്ടെ, DC ബുക്സ് എന്ന KLF ആകട്ടെ, മനോരമ ഇപ്പോൾ ആരംഭിച്ച ഹോർത്തൂസ് ആകട്ടെ, വയനാട് കൾച്ചറൽ ഫെസ്റ്റ് ആകട്ടെ, മാതൃഭൂമി നടത്തിക്കൊണ്ടിരിക്കുന്ന ഫെസ്റ്റ് ആകട്ടെ, പിന്നെ ലോകത്തിലെ മഹാരഥന്മാരെ കാണാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം ഫെസ്റ്റിവലുകളിലൂടെ സംഭവിക്കുന്നൊരു കാര്യം, വിശ്വവിഖ്യാതരായ ആളുകളെ നമുക്ക് അരികിലെത്തിക്കാൻ കഴിയുന്നു. ഒരു വലിയ ശതമാനം ആളുകൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിന് ഇരയാകുന്നു, ഡിപ്രഷനെ ട്രീറ്റ് ചെയ്യുന്നവർ, ഡിപ്രഷൻ ആകുന്നവർ. അപ്പോൾ ഒട്ടനവധി മാനസിക സമ്മർദ്ദങ്ങൾ ഇന്ന് വളരെ വലിയ പ്രശ്നങ്ങളായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ മാനസിക സമ്മർദ്ദങ്ങൾക്കുള്ള ചികിത്സ തേടുക എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എന്തോ മോശപ്പെട്ടൊരു കാര്യമാണ് എന്ന നിലയിലേക്ക് അത് മാറുന്നുണ്ട്. പക്ഷേ അത് മാറണം. അതൊരു രോഗാവസ്ഥയാണെന്നും അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ കഴിയുന്നൊരു കാര്യമാണെന്നും അങ്ങനെ കൂടി ഒന്ന് ഇടപെട്ട് പരിഹരിച്ചാൽ, സയൻറ്റിഫിക്കലി അത് പരിഹരിച്ചാൽ നമ്മുടെ വളരെ പ്രൊഡക്റ്റീവാക്കാൻ കഴിയും, നമ്മുടെ ഹാപ്പിനെസ് സ്കോറിൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള നല്ല അവബോധത്തിൻ്റെ ആവശ്യകതയുണ്ട്. മാനസികാരോഗ്യത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ പതിറ്റാണ്ടുകളായി നീണ്ടു നിൽക്കുന്ന നമ്മുടെ തെറ്റായ ധാരണകളെ മാറ്റേണ്ടതുണ്ട്. മാത്രവുമല്ല, ഈ സ്പേസിലാണ് വലിയ തോതിൽ അന്ധവിശ്വാസവും കയറി വരുന്നത്, അത്തരത്തിലുള്ള ചൂഷണങ്ങൾ കയറി വരുന്നത്, അനാചാരങ്ങൾ കയറി വരുന്നത്. അപ്പോൾ അത് മാറ്റുകയും വേണം. അപ്പോൾ അതിനെ പറ്റുന്ന നല്ല അവബോധം തന്നെയാണ് ആവശ്യം. പോസ്റ്റ് ട്രൂത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാത്ത, നുണകൾ പറയാത്ത, വിഷം തുപ്പാത്ത, ജെൻഡർ വിരുദ്ധത പറയാത്ത, പുരോഗമനപരമായ അന്ധവിശ്വാസങ്ങളും അനാചാരവും പ്രചരിപ്പിക്കാത്ത നല്ല പ്ലാറ്റ്ഫോമുകളും നല്ല കോണ്ടൻറ്റുകളും ഇനിയും ക്രിയേറ്റ് ചെയ്യപ്പെടട്ടെ. സോസ് പോലുള്ള ഇത്തരത്തിലുള്ള സ്പേസുകളുണ്ടാകട്ടെ. ഇതും നല്ലൊരു സോഷ്യൽ സ്പേസാണ്, ഇടപെടലിൻ്റെ സ്പേസാണ്. പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെയുള്ളത് റഹീം സാറാണ്. സർ, വീണ്ടും സ്വാഗതം. നമസ്കാരം. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളെപ്പറ്റി സാറ് പറഞ്ഞു. ഇതിൽ ഫേസ് ചെയ്ത ചലഞ്ചസും പിന്നെ കൂടെ ഉണ്ടായ ഒറ്റയ്ക്ക് നേരിട്ടതും പിന്നെ കൂടെ ഉണ്ടായ പാർട്ട്ണർ, ഫാമിലി എന്ന രീതിയിലും ഉണ്ടായ സപ്പോർട്ടൊക്കെ പറഞ്ഞു. നമുക്ക് പാർട്ട്ണർ എന്ന രീതിയിൽ നമുക്ക് തുടങ്ങാം. സാറിൻ്റെ പേഴ്സണൽ പാർട്ട്ണർ എന്ന രീതിയിൽ എങ്ങനെയാണ് പങ്കാളിയെ കണ്ടെത്തുന്നത്? പിന്നെ അതിന് സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഏതൊക്കെ രീതിയിലായിരുന്നു? ഇപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനം ശരിയായിരുന്നു എന്ന് തന്നെയാണ് നാളിതുവരെയുള്ള എൻ്റെ ഏറ്റവും ഉത്തമമായ ബോധ്യം. കണ്ടെത്തിയത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. വളരെ യാദൃച്ഛികമായിട്ടാണ് അയാളെ കാണുന്നത്. പിന്നെ അത് നമുക്ക് യോജിച്ചു പോകാൻ പറ്റുന്നതാണെന്നുള്ള
ഒരു തോന്നൽ രൂപപ്പെടുകയായിരുന്നു. അങ്ങനെ അതിലേക്ക് എത്തിച്ചേരാണ് ചെയ്തത്. ഈ റിലേഷൻഷിപ്പ് എന്ന പേഴ്സ്പെക്റ്റീവിൽ പറയുമ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന അതെ, അത് നല്ല സൗഹൃദമായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വളരെ സൗഹൃദമായിരുന്നു. ആ സൗഹൃദം വിവാഹത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന രീതിയിലായിരുന്നില്ല. വിവാഹം കഴിക്കാൻ പോകുന്ന ഒരാളുമായി ഒരു സൗഹൃദം എന്ന നിലയിലായിരുന്നില്ല. വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു സൗഹൃദം രൂപപ്പെടുകയും ആ സൗഹൃദത്തിൽ നിന്ന് പിന്നീട് എന്താ പറയുക, നമുക്ക് വിവാഹത്തിലേക്ക് കുറിച്ച് ഒരുമിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന നിലയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്തത്. സൗഹൃദത്തിൽ നിന്നാണ് അങ്ങനെയാണ് ആ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തത്. അതായത് സാറ് ഓൾറെഡി തിരക്കുള്ള ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആളുകൾക്ക് സംബന്ധിച്ചോളം ഒരു ഏത് സമയത്തും സാറിന് വന്ന് എത്തിച്ചേരാം, കാര്യങ്ങൾ പറയാം. അറ്റ് ദ സെയിം ടൈം വീട്ടിൽ സാറ് ഒരു ഭർത്താവാണ്, അറ്റ് ദ സെയിം ടൈം കുട്ടികളുടെ അച്ഛനാണ്. അത്രയും റോളുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളല്ലോ. ഇതെല്ലാം എങ്ങനെയാണ് ഒരു സന്തുലിതാവസ്ഥയിൽ? അത് നാച്ചുറൽ. എന്നെക്കാൾ തിരക്കുള്ള ആളുകൾ, വ്യത്യസ്ത മേഖലകളിലെ ആളുകൾ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിലൊരാൾ മാത്രമാണ് ഞാൻ എന്ന് എനിക്കുള്ളൂ. ഇപ്പോൾ എന്നെക്കാൾ തിരക്കേറിയ ഉത്തരവാദിത്തങ്ങളുള്ള എത്രയോ രാഷ്ട്രീയ നേതാക്കളുണ്ട്. വ്യത്യസ്ത മേഖലകളിൽ ജോലിയെടുക്കുന്നവരുണ്ട്. വലിയ കമ്പനികൾ, ഫേമുകൾ അത് റൺ ചെയ്യുന്നവരുണ്ട്. എല്ലാവരും അവരവരുടെ വ്യക്തി ജീവിതത്തിൽ താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളെ അഭിസംബോധന ചെയ്ത് പോകുന്നവരാണ്. ഇറ്റ് ക്യാൻ ബി പോസിബിൾ എന്നുള്ളതാണ്. പക്ഷേ രാഷ്ട്രീയക്കാരുടെ കാര്യത്തിൽ പൊതുവിൽ വരുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അതായത് ഞാൻ അതിൽ കാണുന്നൊരു കാര്യം, രാഷ്ട്രീയക്കാരും പ്രത്യേകിച്ച് ഡോക്ടർമാരുമാണ് പ്രത്യേകിച്ചും ആ മേഖല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു പഠിച്ച അഭിഭാഷകരെയൊക്കെ പറയാം. പക്ഷേ എങ്കിലും അത്രത്തോളം ഏറ്റവും പെർഫെക്റ്റ് എഴുതുന്ന ഡോക്ടറും പിന്നെ രാഷ്ട്രീയക്കാരായിരിക്കും. കാരണം മറ്റൊരുപാട് പേരുടെ പ്രശ്നങ്ങളാണ് അവരുടെ മുമ്പിലേക്ക് വരുന്നത്, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ. എല്ലാവരെയും പോലെ തന്നെ വ്യക്തി ജീവിതത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി നിൽക്കുന്ന ഒരാൾക്ക്, അത് ഒരു പഞ്ചായത്ത് മെമ്പറാകട്ടെ, പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ചെറിയ അല്ലെങ്കിൽ താരതമ്യേന ചെറുതെന്ന് പറയാവുന്ന ഉത്തരവാദിത്തങ്ങളുള്ള ആളാകട്ടെ, ഏത് മേഖലയിലും നിൽക്കുന്നവരാകട്ടെ, പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെൻറ്റ് അംഗം വരെ അല്ലെങ്കിൽ മിനിസ്റ്റർ വരെ, പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ മിനിസ്റ്റർ വരെ നീണ്ടു നിൽക്കുന്ന ആ ശ്രേണി എടുത്ത് പരിശോധിച്ചാൽ, ഇല്ലെങ്കിൽ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവരെ പരിശോധിച്ചാൽ, അവരുടെ എല്ലാം ജീവിതത്തിലെ ഇൻഡിവിജ്വൽ ലൈഫിൽ അവർ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരായിരിക്കും. അതിന് പുറമേ ആയിരിക്കും എത്രയോ വൈവിധ്യങ്ങളായ പ്രശ്നങ്ങളായിരിക്കും അവരുടെ മനസ്സിലേക്ക് കടന്നു വരിക. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ ഡോക്ടർമാരുടെ ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാരണം എത്ര ആലോചിച്ച് നോക്കും, നമ്മൾക്ക് കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറായി നിൽക്കേണ്ടി വന്നൊരു സാഹചര്യം വരുമ്പോഴോ, ആശുപത്രി വാസം കിടക്കുകയോ മറ്റോ ചെയ്താൽ തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു പെയിൻ വളരെ വലുതായിരിക്കും. അപ്പുറത്ത് മരണം, ഇപ്പുറത്ത് ട്രാജഡി, അല്ലെങ്കിൽ അതിനപ്പുറത്ത് കേസുകൾ, ആകെ ഒരു ജഗമുകയാണല്ലോ. അങ്ങനത്തൊരു വല്ലാത്തൊരു ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും അല്ലേ നമ്മൾ കാണുന്നത്, ബുദ്ധിമുട്ടുകളല്ലേ കാണുന്നത്. പക്ഷേ നിങ്ങൾ നോക്കൂ, ഈ ഡോക്ടർമാരിങ്ങനെ ഇതെല്ലാം, ഈ പെയിനെല്ലാം അവരുടെ മനസ്സിലല്ലേ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളൊരു കാര്യം, ഞാൻ നമ്മുടെ റീജിയണൽ ക്യാൻസർ സെൻ്ററിലോ അല്ലെങ്കിൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ജോലിയെടുക്കുന്ന ടെക്നീഷ്യന്മാരും ഡോക്ടർമാരും കൊച്ചു കുഞ്ഞുങ്ങളെ മുതൽ കാണുന്ന, അതെ, ആലോചിച്ച് നോക്കുക. അപ്പോൾ അതെല്ലാം കാണുകയും അതിൽ നേരിട്ട് ഇൻവോൾവ് ചെയ്യുകയും ചെയ്യുന്ന, അവർക്കൊപ്പം ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരെയും അവരുടെ മാനസികാവസ്ഥയെയും കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, വളരെയധികം ചിന്തിച്ചിട്ടുണ്ട്. ഏതാണ്ട് അതുപോലൊരു ഭാഗമാണ് രാഷ്ട്രീയക്കാരുടേത്. കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ മുതൽ ഈ നിമിഷം വരെ എൻ്റെ വ്യക്തിപരമായ അനുഭവം പറഞ്ഞാൽ എന്നിലേക്ക് വന്നത് എത്രയോ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളുണ്ട്. പോലീസ് കേസുണ്ട്, മറ്റ് സ്ഥലമാറ്റം സംബന്ധിച്ചുള്ള അപേക്ഷകൾ വരും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പലതരത്തിലുള്ള ഇഷ്യൂസ് ഇങ്ങനെ വരെയല്ലേ. വൈവിധ്യങ്ങളായ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ, പോലീസ് കേസ് വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിവിധ കേസുകളാണ് ഇന്ന് വന്നത്, വ്യത്യസ്ത സ്വഭാവങ്ങൾ. അപ്പോൾ ഇതിലെല്ലാത്തിലും ഒരുപോലെ മൈൻഡ് അപ്ലൈ ചെയ്യണം. എവിടെയെങ്കിലും ഒരിടത്തുനിന്ന് വഴച്ചാൽ സ്വാഭാവികമായിട്ടും വരുന്നയാൾ ഡിസ്കംഫർട്ടാവും. കാരണം നമുക്കിത് തിരക്കുകൾക്കിടയിലെ ഒരു കാര്യം മാത്രമാണെങ്കിൽ, ഈ വരുന്നയാളെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിനാണ് അയാൾ വരുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ആ പ്രാധാന്യവും ആ അറ്റൻഷനും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മളോ വ്യക്തിജീവിതത്തിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള എല്ലാവർക്കും ഉള്ളതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മുടെ തലയിലൂടെ ഇങ്ങനെ ഓടുകയും അതേസമയം തന്നെ ചിരിച്ച മുഖവുമായി, ഇല്ലെങ്കിൽ അവർക്ക് ആത്മവിശ്വാസം പകരുന്ന ശരീരഭാഷയോടെ അവരുടെ പ്രശ്നത്തിൽ വളരെ ഇൻറ്റൻസീവായി നമ്മൾ ഓരോരുത്തരുടെ വിഷയത്തിലും ഇടപെടുകയും അത് പരിഹരിക്കാനുള്ള ഫോളോ അപ്പുകൾ
നമ്മൾ ചെയ്യുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതൊരു നല്ല പേഴ്സണൽ ലേണിങ്ങും എക്സ്പീരിയൻസുമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അത് നന്നായിട്ട് ഈ സമ്മർദ്ദങ്ങൾ, ഇത്തരം കാര്യങ്ങൾ, ഇതിനെല്ലാം നമ്മളിങ്ങനെ എങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്യേണ്ടത്, ഇതെല്ലാം കാണുകയല്ലേ. അതെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ ആത്മഹത്യാ പ്രവണത വളരെ കുറവാണ്. ശരിയാണ്. അത് ന്യൂസിലും നമ്മൾ നിങ്ങളെവിടെയെങ്കിലും കേരളത്തിലെ അടുത്ത ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ്, ഞാൻ രാഷ്ട്രീയം ഏതാണെന്ന് പറയുകയല്ല, കാരണം അവർ കടന്നു പോകുന്ന ഇത്തരത്തിലുള്ള ലേണിംഗ് പ്രോസസ്സിലൂടെയാണ്, ഇത്തരം അനുഭവങ്ങളുടെ നടുവിലൂടെയാണ്. എല്ലാ രാഷ്ട്രീയക്കാർക്കിടയിലും വളരെ കുറവായിരിക്കും. ഒരുപാട് സ്ട്രഗിളിനിടയിൽ, ആ സ്ട്രഗിളിനിടയിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ളൊരു നല്ല ശേഷി അവർ സ്വായത്തമാക്കിയിട്ടുണ്ടാകും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിപ്പം നമ്മളിപ്പം ഇത്രയും സ്ട്രെസ്സിനിടയിൽ പോകുമ്പോൾ സ്വന്തം സ്ട്രെസ് അല്ല, വേറെ ആൾക്കാരുടെ സ്ട്രെസ്സാണ്, അത് നമ്മൾ സോൾവ് ചെയ്യാണ്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ മാനസികാരോഗ്യം ശ്രദ്ധിക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട്. അത് വ്യക്തമായ നല്ല രീതിയിൽ കൊണ്ടുപോകണമല്ലോ. അതിന് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ബാക്കിയുള്ളവരെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഹാപ്പിനെസ്, ഗുഡ് ടൈം, ഇതൊക്കെയാണല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ ഇതിനിടയിൽ ഒരു ഗുഡ് ടൈം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം? അത് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, നമുക്കിത് അങ്ങനെ തോന്നാറില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു തിരക്കുകളൊന്നും ഇല്ലാതിരിക്കുക എന്നാലാണ് നമ്മൾ അസ്വസ്ഥാവുന്നത്. കാരണം ഈ ട്രാക്കിലാണല്ലോ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിരക്കൊക്കെയാണ്, തിരക്കിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ വരുമെങ്കിൽ ആ ബുദ്ധിമുട്ടിനുള്ളിലൊരു സുഖമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി എൻഗേജ് പെടുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ്സാണ് അതിനകത്ത് സാധാരണ ഉണ്ടാവുക. കാരണം ഞാൻ പറഞ്ഞില്ലേ, പലതും പലർക്ക് വേണ്ടിയും ചെയ്യാൻ കഴിയുന്നു, ഇല്ലെങ്കിൽ നമുക്ക് തന്നെ കുറേ കാര്യങ്ങൾ, അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ, ഒരു ഔട്ട്പുട്ട് പ്രൊഡക്റ്റീവാണ്. അതാണ് ഏറ്റവും മെച്ചപ്പെട്ട പദം, പ്രൊഡക്റ്റീവാണ് ഓരോ മിനിറ്റും. പക്ഷേ അതേസമയം ഇതിനകത്ത് വരുന്നത് നമ്മളിൽ നിന്ന്, ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ പാരൻറ്റിങ് കൂടി എനിക്കുണ്ടല്ലോ. അപ്പോൾ അവർക്കുള്ള ഗുഡ് ടൈം അത് അവർക്ക് ഞാൻ തന്നെ കൊടുക്കേണ്ടതാണ്, വേറെ കൊടുക്കേണ്ടതല്ലോ. അതിലിപ്പോൾ മിസ്സാവും, അല്ലെങ്കിൽ ആ ടൈം സ്പാൻ കുറയും. പിന്നെ എൻ്റെ തീർച്ചയായും പാർട്ണറുടെ കാര്യത്തിൽ അങ്ങനെ ഒക്കെയുള്ള ഗുഡ് ടൈം കുറഞ്ഞു പോകുന്ന സാഹചര്യമുണ്ട്. അതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? അപ്പോൾ അതും കൂടി ചേരുന്നതാണല്ലോ ഹാപ്പിനെസ്. പേഴ്സണൽ ലൈഫിലെ ഹാപ്പിനെസ് ഇതെല്ലാം കൂടി ചേരുന്നതാണല്ലോ. നമ്മുടെ തിരക്കും അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രിവിലേജും അങ്ങനെ പോകുന്ന, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മാത്രമല്ല, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് അവിടെ പരമാവധി, അതൊരു പ്രയാസകരമായ കാര്യമാണ്. അത് ഏറ്റവും ഭംഗിയായി ചെയ്യുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിലൊന്നും കോംപ്രമൈസ് ചെയ്യാതെ, ആദ്യം പറഞ്ഞ സ്ട്രീമിലൊന്നും കോംപ്രമൈസ് ചെയ്യാതെ ഈ പറയുന്നതിൽ വളരെ ശ്രദ്ധാലുവാകുന്നു. അതങ്ങനെ ആകണം. അങ്ങനൊരു ലൈഫ് ആൻഡ് പബ്ലിക് ലൈഫ് ബാലൻസ്, പേഴ്സണൽ ലൈഫ് ആൻഡ് പബ്ലിക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന ആംഗിളിൽ ഏറ്റവും നന്നായി നല്ല നിലയിൽ പോകാൻ കഴിയണമെന്നുള്ളത് തന്നെയാണ് തീർച്ചയായും ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് എഫക്റ്റീവായി നമുക്ക് കുറേ കൂടി നമ്മളിവിടെ ഡിസ്ട്രെസ് ആവും തോറും നമ്മുടെ ഔട്ട്പുട്ട് പുറത്ത് കുറയുമല്ലോ. അതെ, തീർച്ചയായും കുറയും. അല്ല, നമ്മൾ ഇത്രത്തോളം വലിയ ഡിസ്ട്രെസ് ആവും തോറും നമ്മൾ അപ്പുറത്തുള്ള എൻഗേജ്മെൻറ്റ് കുറയും, പിന്നെ നമ്മൾ കൂടുതൽ അങ്ങനെ പോകുമല്ലോ. അപ്പോൾ അത് ഇവിടെ വേണം. അതിൽ ഞാനെടുക്കുന്ന ചില ഔട്ടുകൾ പറയാം. അതിലൊന്ന്, നമ്മളിപ്പോൾ എൻ്റെ ഒരു കുറേ ഫേവറേറ്റ് ഇഷ്ടങ്ങളുണ്ട്. തീർച്ചയായും അമൃതയുടെ ഇഷ്ടങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുടെ ഇഷ്ടമുണ്ട്. കുഞ്ഞുങ്ങളാണെങ്കിലും അവരുടെ ഇഷ്ടത്തിന് ആ നിലയിൽ നമ്മൾ വില കൽപ്പിക്കാറുണ്ട്, പരിഗണിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ചില ഇഷ്ടങ്ങൾ അമൃതയുടെയും കൂടി ഇഷ്ടമാണ്. അപ്പോൾ അത് സൗകര്യമാണ്. അതിലൊരിഷ്ടം യാത്രയാണ്, മറ്റൊന്ന് സിനിമയാണ്, 3 ഭക്ഷണമാണ്. ഇത് 3 നമ്മളുടെ ഒരു ഹാങ് ഔട്ട് ഏരിയകൾ. അപ്പോൾ അതിന് പരമാവധി ഇതിനിടയിൽ സമയം കാണും. സിനിമ പ്രത്യേകിച്ചും. ഇനി സിനിമയുടെ കാര്യത്തിൽ കുഞ്ഞുങ്ങൾക്കും അവർക്ക് 2 പേർക്കും, കുട്ടികൾ 2 പേർക്കും സിനിമ അവരുടെ വലിയ പ്രിഫറൻസാണ്. അപ്പോൾ നമ്മുടെ 3 കൂട്ടരുടെയും, കുട്ടികൾ, വൈഫ്, ഞാൻ, നമ്മൾ 3 പേരുടെയും പ്രിഫറൻസായിട്ട് സിനിമ വരും. അപ്പോൾ സിനിമ കൂടുതലെടുക്കുക, എല്ലാവർക്കും കംഫർട്ടബിൾ ആയതാണല്ലോ. യാത്രയും അവർക്ക് ഇഷ്ടമാണ്, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടതാണ് യാത്ര. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരുമിച്ചാണ്. അപ്പോൾ ഇത്തരം സാധ്യതകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കുറേ കൂടി നല്ല ഗുഡ് ടൈം കിട്ടും. പിന്നെ വേറൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ വീട്ടിലുള്ളവരും നമ്മൾ എൻഗേജ് ചെയ്യുന്ന പൊളിറ്റിക്കൽ സ്ഫിയറിലേക്ക് അവരെ കൊണ്ടുവരണം. ഉദാഹരണത്തിന് പപ്പ എന്തിനാണ് പോകുന്നത് എന്നിട്ട് മക്കൾക്ക് അറിയണമല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പം ഞാനതിൽ ശ്രദ്ധിക്കാറുള്ള കാര്യം, ഞങ്ങൾ എടുത്തിരിക്കുന്നൊരു റെസൊല്യൂഷൻ, ഞങ്ങൾ ശ്രദ്ധിക്കാറുള്ളൊരു കാര്യം, ഞങ്ങളുടെ പാർട്ടിയുടെ തന്നെ പൊതുപരിപാടികൾ, ക്യാമ്പയിനുകൾ, അതിലൊക്കെ കുഞ്ഞുങ്ങളെ കൂട്ടാറുണ്ട്. അവരെന്താണ് അവിടെ നടക്കുന്നതെന്ന് അവരറിയട്ടെ. അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അവർക്ക് സംശയമുണ്ടെങ്കിൽ ചിലത് പറയേണ്ടതാണെങ്കിൽ പറയും, അല്ലെങ്കിൽ അവരെ തന്നെ ഒബ്സർവ് ചെയ്യും, ചിലത് അവർ ചോദിക്കും.
പ്രസംഗങ്ങൾ കേൾക്കാൻ കൊണ്ടുപോകാറുണ്ട്, പൊതുയോഗങ്ങളിൽ പരിപാടികൾ. കാര്യം നമ്മളിൽ നിന്ന് ഈ ഒരു എന്തിനാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രസീവായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ നിൽക്കുന്നത്, ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. അപ്പോൾ ആ പ്രോഗ്രസീവായ പ്ലാറ്റ്ഫോമും ആ ഒരു എക്കോസിസ്റ്റവും എന്താണ് എന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ അറിയണമല്ലോ. പിന്നെ മൂത്ത മോൻ, 2 കുട്ടികളും അതെ, പ്രത്യേകിച്ച് മൂത്ത കുട്ടി ഏറെ സമയവും ചിലവഴിച്ചിട്ടുള്ളത്, അവൻ്റെ വളരെ ബിഗിനിങ് ടൈമിൽ കുഞ്ഞുനാളിൽ അവനെ ഏറെയധികം സമയം അവൻ ചിലവഴിച്ചിട്ടുള്ളത് DYFIയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസാണ്. ഞങ്ങൾ 2 പേരും ഇല്ലെങ്കിലും അവിടുത്തെ ഓഫീസിലുള്ള ചുമതലക്കാരായ സഖാക്കൾക്കൊപ്പവും അവിടെ തന്നെ ഭക്ഷണമുണ്ട്, ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവർ കുഞ്ഞിനും കൊടുക്കും, അങ്ങനെ തന്നെയായിരുന്നു, അവൻ അതിനോട് യൂസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇത്തരം അറ്റ്മോസ്ഫിയറുകൾ സൃഷ്ടിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അത് പാർട്ടി ഓഫീസിൽ പോകുന്നതാകട്ടെ, നമ്മുടെ പാർട്ടിയുടെ പരിപാടികളിൽ പോകുന്നതാകട്ടെ, ക്യാമ്പയിനുകളിൽ പോകട്ടെ, അഭിമാനത്തോടു കൂടി എൻ്റെ കുട്ടിയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും അവിടെ കൊണ്ടുപോകാനും അത്തരം കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനും. അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് അവരും അവിടെ നടക്കുന്ന എന്താണെന്ന് പഠിക്കണമല്ലോ, മനസ്സിലാക്കണമല്ലോ. ഇതെന്താണ്, ഇങ്ങനെയൊരു ലോകമുണ്ട്, ഇങ്ങനെയൊക്കെ കൊടി പിടിക്കുന്നത് കൊണ്ടും ഇങ്ങനെയൊക്കെ ഒരു ലോകമുള്ളത് കൊണ്ടും ഇങ്ങനൊരു പൊളിറ്റിക്കൽ പ്രോസസ്സ് ഇവിടെ നടക്കുന്നതും കൊണ്ടാണ് ഞാൻ ഉൾപ്പെടുന്ന രാജ്യം ഇതിങ്ങനെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേൾഡുണ്ട് എന്നവരറിയണ്ടേ. അപ്പോൾ അതിന് ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അവർക്കും നമ്മുടെ തിരക്കൊക്കെ നന്നായിട്ടറിയാം, തിരക്കുകൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ രസകരമായൊരു കാര്യമുണ്ട്, അവരിപ്പോൾ വളരെ ഭയങ്കരമായിട്ട് ടൈം എന്നോട് ചോദിക്കാറുണ്ട്. മീൻസ് അവരോടൊപ്പം ചിലവഴിക്കുന്ന സമയത്ത് ഫോൺ എടുക്കരുതെന്ന് നിർബന്ധിക്കാറുണ്ട്. അത് ഞാൻ ഭയങ്കര രസകരമായി കാണുന്ന കാര്യം. ഞാൻ കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ എൻ്റെ കുട്ടി ഇപ്പോഴും പറയും, വളരെ ഡിസ്ട്രസ്ഡായി തന്നെ പറയും, ഞങ്ങളോട് ചിലവഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഫോൺ എടുക്കരുത്, ഞങ്ങളോടൊപ്പം സമയം തരൂ. ഡിമാൻഡ് വളരെ ആർജവത്തോടെ ആവശ്യപ്പെടാറുണ്ട്. 2 കുട്ടികളിപ്പോൾ ആവശ്യപ്പെടാറുണ്ട്. ഞാൻ കുറേ കാലങ്ങൾക്ക് മുമ്പ് കൽക്കത്തയിലൊരു റെസ്റ്റോറൻറ്റ് ഭക്ഷണം കഴിക്കാനിരിക്കുക. അപ്പോൾ ബംഗാളികളായ ഒരു ഫാമിലി അപ്പുറത്ത് വന്നു. അപ്പോൾ കാഴ്ചയിൽ തന്നെ അറിയാം, ഒരു മുത്തശ്ശൻ, മുത്തശ്ശി, മകൾ, പേരക്കുട്ടിയായ ഒരു കുട്ടി, ഇതാണ്. അപ്പോൾ മകള് എന്തോ വലിയ ഒച്ച വെച്ച് ഈ അപ്പാപ്പനോടും ഈ രക്ഷകർത്താക്കളോടും കലഹിക്കുകയാണ്. അപ്പോൾ എനിക്കത് മനസ്സിലാവുന്നത്. അപ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്, ബംഗാളി ഭാഷ അറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഖാവിനോട് ഞാൻ ചോദിച്ചു, എന്താ കുട്ടി സംസാരിക്കുന്നത് വെച്ചാൽ, കുട്ടി ഫോൺ എടുത്തതിൽ കലഹിക്കുകയാണ്. നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ നല്ല സമയം എനിക്കൊപ്പം തന്നിട്ട് നിങ്ങളതിന് ഫോൺ എടുത്തു, നിങ്ങൾ ഫോൺ മാറ്റി വയ്ക്കുക, എന്നോട് സംസാരിക്കുക എന്നാ കുട്ടി ആവശ്യപ്പെടുകയാണ്. നമ്മൾ ഈ പുതിയ ജനറേഷൻ ഫോണിൽ തന്നെ ആണെന്ന് പറയുമ്പോൾ കുട്ടികൾ തന്നെ തിരിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. അത് മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ കുഞ്ഞുങ്ങളെല്ലാം ഫോണിന് ഗാഡ്ജറ്റിന് അഡിക്റ്റ് ആണെന്ന് പറയുമ്പോൾ അവർ ഒബ്വിയസ്ലി അവരുടെ സോഴ്സ് ഗാഡ്ജറ്റാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ എന്നോട് പറഞ്ഞ പോലെ, നിങ്ങൾ കളിക്കളം താ, നിങ്ങൾ ഗ്രൗണ്ട് താ, ഞാൻ കളിക്കാൻ സ്ഥലങ്ങൾ താ, ഇതൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിലല്ലേ ഇടപെടും. ഞങ്ങൾക്ക് നല്ല സമയം വേറെ തരൂ നിങ്ങൾ, ഞങ്ങൾക്ക് കളിക്കളങ്ങളില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഗ്രൂപ്പില്ല ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ എവിടെ കളിക്കും, പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരിതാണ്. പക്ഷേ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നോട് സംസാരിക്കാനോ എൻ്റെ അടുത്ത് ഇരിക്കുകയോ ചെയ്യുമ്പോൾ എന്നോടങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഫോൺ വിളിച്ചിരിക്കരുത്. ഈവൻ ഇന്നലെ പോലും കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഞാനും മക്കളും മാത്രമായിരുന്നു, വൈഫുണ്ടായിരുന്നില്ല. യാത്ര ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞാൽ ഫോൺ മാറ്റി, ഫോൺ ഞങ്ങളോട് സംസാരിക്കുന്നു പറഞ്ഞു. അല്ലെങ്കിൽ എത്ര സമയം കൂടി നിങ്ങൾക്ക് ഫോൺ വേണം എന്നോട് ചോദിക്കും, താങ്കൾക്ക് ഫോൺ വേണമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയാം, 2-3 കോൾ കൂടി തിരിച്ച് വിളിക്കാനുണ്ട്, മിസ്ഡ് കോളേ കാണുമല്ലോ. ശരി, അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറെ വിളിക്കരുത്, ഞങ്ങളുടെ കളിക്കൂ ഇല്ലെങ്കിൽ സംസാരിക്കൂ എന്ന് പറയും. അങ്ങനെ ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ഡെമോക്രാറ്റിക് ജനാധിപത്യ പരിസരം 10 വയസ്സുള്ള എൻ്റെ മകനും 5 വയസ്സുള്ള മകനും ഞങ്ങൾക്ക് മേലുണ്ട്. അത് സാറ് ക്രിയേറ്റ് ചെയ്ത സ്പേസും കൂടി ഇല്ല അവർക്ക്, ആ സ്വാതന്ത്ര്യം. അതെ, എല്ലാ തരത്തിലും ഡെമോക്രാറ്റിക് ആയതിനാണ് പോകുന്നത്. ഇപ്പോൾ യാത്ര പോകുന്നു, അവരുടെ ഓപ്ഷൻ എടുക്കും. സിനിമ കാണാൻ പോകുന്നു, അവരുടെ ഓപ്ഷൻ എടുക്കും. നമ്മൾ സിനിമയ്ക്ക് പോകുന്നു, നിങ്ങളോട് വായോ വേണമെങ്കിൽ കണ്ടോ എന്നുള്ളതല്ല. ചെറിയ അങ്ങനെ കുഞ്ഞുങ്ങളോട് നമ്മൾ ചോദിക്കും, എന്താണ് വേണ്ടത്, എന്താണ് അഭിപ്രായം, അവരുടെ ആഗ്രഹങ്ങൾ എന്താണ്. ഈവൻ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകുന്നു, അവരോട് ചോദിക്കും, എന്താ നിങ്ങളുടെ മോൻ എവിടെയാണ് പോകണം, ഇവിടെ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകാനാണ് പരിപാടി, എന്താ പരിപാടി, നിങ്ങൾക്ക് എവിടെയാണ് ഓപ്ഷൻ ചോദിക്കും. നമുക്ക് 10 വയസ്സും 5 വയസ്സുമുള്ള 2 കുഞ്ഞുങ്ങളുടെ 5 വയസ്സുള്ളവൻ്റെയും അഭിപ്രായം പ്രസക്തമാണ്. അവൻ്റെ അഭിപ്രായം ചോദിക്കുകയും അതുകൂടി എടുക്കുകയും എന്നിട്ടാണ് നമ്മളൊരു തീരുമാനം തരുന്നത്. എവിടെ പോകണം എന്നാലോചിച്ചിട്ട് ശരി എല്ലാവർക്കും ചോദിക്കാവുന്ന ഒരിടത്തേക്ക് നമ്മൾ പോകും. അപ്പോൾ വേറൊരു പിന്നെ നമുക്ക് അടുത്ത ദിവസം പോകാം എന്ന് പറഞ്ഞിട്ട് ഒരിടത്തേക്ക് പോകും. ഇല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ പോകുന്നു. ഇതെല്ലാം അങ്ങനെ ഒരു വർത്തമാനത്തിലൂടെയാണ് നമ്മൾ രൂപപ്പെടുന്നത്. അതങ്ങനെ തന്നെയാണ്. ഏത് പ്രായമാണെങ്കിലും വ്യക്തിയായി കാണുക, അത് വ്യക്തിയായി കാണണം, അതൊരു വ്യക്തിയായി കാണണം. അയാൾ അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം.
അവൻ്റെ അവൻ്റെ കുഞ്ഞിനെ അവൻ്റെ പേഴ്സണൽ ഫ്രീഡത്തെ ഒക്കെ പേരൻറ്റിങ്ങിൻ്റെ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ അതങ്ങനെ ചെയ്യണം, അപ്പോഴല്ലേ ഒരു ജനാധിപത്യ പരിസരം രൂപപ്പെടുള്ളൂ. കൊള്ളാം. ഇത് മാതാപിതാക്കൾ ഉൾപ്പെടെ കേട്ടിരിക്കേണ്ട ഒരു ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞേ ഉള്ളൂ, അത് മാത്രമാണെന്ന് എനിക്ക് അഭിപ്രായമല്ല. ഇതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലുള്ള നിരവധി പേരൻസിനെ എനിക്കറിയാം, വളരെ നന്നായിട്ട് കുഞ്ഞുങ്ങളോട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരുപാട് പേരൻസിന്. അവരിൽ നിന്നെല്ലാമാണ് ഞാനിത് ലേൺ ചെയ്യുകയാണ് ചെയ്തത്, എൻ്റെ ബോധ്യമാണിത്, അമൃതയുടെയും ബോധ്യതാണ്, ഞങ്ങളങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പം കുട്ടികളുടെ കേസ് പറയുമ്പം കുട്ടികൾക്ക് അവരെ പാഷൻ കണ്ടെത്താൻ തീർച്ചയായിട്ടും അതിന് കാരണം ഈ ഒരു നല്ല പാരൻറ്റിങ് കൂടിയാണെന്ന് വിശ്വസിക്കും. കാരണം ഇപ്പോൾ മകൻ ഇപ്പോൾ മുറ എന്ന പടം ചെയ്തു, സിനിമയിലേക്ക് എത്തി. ശരിക്കും പറഞ്ഞാൽ എഞ്ചിനീയറിൻ്റെ മകൻ എഞ്ചിനീയർ ആവുക, അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ മകൻ ഡോക്ടർ ആവുക എന്നുള്ള ഒരു ട്രെൻഡ് ഉണ്ടല്ലോ. അവിടെ നിന്നും ഈ മക്കൾക്ക് ഇഷ്ടമുള്ള ഏത് താല്പര്യമുള്ള മേഖലയാണോ അതിലേക്ക് വിടുകയും ഇപ്പം ഇനി വരാൻ പോകുന്നത് ചിയാൻ വിക്രമായിട്ടുള്ള സിനിമ ഉൾപ്പെടെ വരുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ആ കുട്ടികൾക്ക് അഭിരുചി കണ്ടെത്താൻ? അതിന് സാർ എന്തായാലും അതിൻ്റെ പിന്നിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവില്ല, അതായത് ചിന്തിച്ചിട്ടുണ്ടാവില്ല ഏതൊക്കെ രീതിയിൽ പാരൻറ്റിങ് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ അവരെ അഭിരുചി കണ്ടെത്താൻ വേണ്ടി ശ്രമിപ്പിക്കണം, ആ രീതിയിൽ എന്തൊക്കെയാണ്? ഞങ്ങൾ രണ്ടുപേർക്കും അക്കാര്യത്തിൽ കാഴ്ചപ്പാടുള്ളവരാണ്. പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ പഠിക്കൂ എന്ന് പറയുന്നതിലല്ല പാരൻറ്റിങ്. അവരുടെ ഹോംവർക്കുകൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കലുമല്ല പാരൻറ്റിങ്. അത് മാത്രമല്ല പാരൻറ്റിങ്, അത് പാരൻറ്റിങ്ങിന് പക്ഷേ അതൊക്കെ പാരൻറ്റിങ്ങിൻ്റെ ഭാഗമാണ്. മറിച്ച് യഥാർത്ഥ പാരൻറ്റിങ് എന്നുള്ളത് എൻ്റെ നിർവചനം, ഞങ്ങളുടെ നിർവചനം, ഒരു കുഞ്ഞിൻ്റെ കഴിവ്, ടാലൻറ്റ് എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നതിലാണ് പാരൻറ്റിങ്. അതാണ് ഒരു ബേസിക്കലായ ഏറ്റവും പ്രധാനപ്പെട്ട പാരൻറ്റിങ് എന്ന് പറയുന്നത്. പിന്നെയും പാരൻറ്റിങ്ങിൻ്റെ ഒരുപാട് കോമ്പണൻറ്റുകളുണ്ട്. പ്രത്യേകിച്ചും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, നല്ലൊരു ഹ്യൂമൻ ബീയിങ്ങിനെ വളർത്തുക, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയുക, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷേ താങ്കളീ പറഞ്ഞ ഇൻ ടേംസ് ഓഫ് കരിയർ അതിൽ ഒരു സംശയവും വേണ്ട, നമ്മുടേത് അങ്ങോട്ട് ഫീഡ് ചെയ്ത് കൊടുക്കലല്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാൻ ഇന്നലെ വായിച്ചൊരു ലിറ്ററേച്ചറിൽ ഒരു ആർട്ടിക്കിളിൽ കണ്ടൊരു കൗതുകരമായൊരു കാര്യം, ഇനി വരാനിരിക്കുന്ന, അതായത് ഇപ്പോൾ സ്കൂളിൽ പ്രവേശനം നേടാൻ പോകുന്ന കുട്ടികളുടെ 63%, ഒരു വലിയ നമ്പർ, ഒരു വോള്യം പേരും എത്തിച്ചേരാൻ പോകുന്ന ജോലികൾ ഇതുവരെ ഈ ഭൂമിയിലില്ലാത്ത ജോലികളാണ്. മനസ്സിലായില്ലേ? ഇതുവരെ ഈ ഭൂമിയിലില്ലാത്ത ഇടങ്ങളിലേക്കാണ്, മീൻസ് ഡെസ്റ്റിനേഷൻസിലാണ്, കരിയർ ഡെസ്റ്റിനേഷൻസിലാണ്, കരിയർ ഓപ്പർച്യൂണിറ്റികളിലേക്കാണ് ഇപ്പോൾ പ്രവേശനം നേടാൻ പോകുന്ന ആളുകൾ എത്തിച്ചേരാൻ പോകുക. നമ്മളിപ്പോൾ വളരെ വേഗതയിലാണല്ലോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഒരു പുതിയ ലോകവും രൂപപ്പെടുന്നത്. എങ്ങനെയാണ് പാഷൻ രൂപപ്പെടുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ചെറിയ കുട്ടികളോട് നമ്മൾ ചോദിച്ചാൽ പരമാവധി പേരും പറയുക ഡോക്ടറാവുക, എഞ്ചിനീയറാവുക, IPS ഓഫീസറാവുക, ആർമി ഓഫീസറാവുക, പോലീസാവുക, നഴ്സാവുക, ഇത്യാദിയാണ് ഇങ്ങനെ അങ്ങോട്ട് അതെ പോവുക. ഇതെല്ലാം അവർ കണ്ട ലോകത്തിൽ നിന്ന് അവർക്കുണ്ടാകുന്ന പാഷനാണ്. ശരിയല്ലേ? ശരിയാണ്. ഇതാണ് നല്ലത്. അവർ കാണാത്തൊരു ലോകമുണ്ടേ. അതെ. പുതിയ സ്റ്റഡി പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ഉദ്ധരിക്കുന്നത് പ്രകാരമാണെങ്കിൽ, ഇതുവരെ ഈ ഭൂമിയിൽ ഇവോൾവ് ചെയ്ത് വരാത്ത മേഖലകളിലേക്ക് അവരെങ്ങനെ സ്വപ്നം കാണും? അതെ അല്ലേ? അപ്പോൾ അത്ര കണ്ട് വിശാലമായ ഒരു സ്ഥലത്ത്, ഒരു വളരെ കോമ്പിറ്റൻ്റായ ഒരു സൊസൈറ്റിയിൽ എങ്ങനെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ പാരൻ്റ് ചെയ്യേണ്ടത്? അതിൽ ഏറ്റവും പ്രധാനം ലോകത്തെ പരമാവധി എക്സ്പ്ലോർ ചെയ്യാൻ, കാണാൻ അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഒരു 10 വയസ്സുകാരനോ അല്ലെങ്കിൽ LKGയിൽ പഠിക്കുന്നതുമായ ഒരു കുട്ടിയുടെ പാഷൻ ഒരിക്കലും ഇപ്പോൾ നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിയില്ല. മോൻ സിനിമ പറഞ്ഞു, മോൻ സിനിമ തന്നെ ആയിരിക്കുമോ അവൻ്റെ ലോകം? എനിക്കറിയില്ല. അത് നാളെ അവൻ്റെ താല്പര്യങ്ങൾ ഓരോ ഘട്ടത്തിലും മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ തന്നെ ഇന്നലകളിലേക്ക് നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കുഞ്ഞുനാളിൽ എൻ്റെ താല്പര്യമല്ലല്ലോ പിന്നീട് വരുമ്പോൾ പാഷൻ എല്ലാവരിലും അങ്ങനെയാണ്. നമ്മൾ കാണുന്ന ലോകത്തിൽ നിന്നും, നമ്മൾ അറിയുന്ന ലോകത്തിൽ നിന്നുമാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ രൂപപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ കഴിവ് എക്സ്പ്ലോർ ചെയ്ത് വരിക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളുടെ പാരൻറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരമാവധി അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികൾക്കുള്ള, അവരുടെ ടാലൻറ്റുകൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. മകൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ചെയ്തത്, അവൻ എന്തിലെങ്കിലും ഒരു കാര്യത്തിൽ അവന് ഹുക്കുണ്ടാകും, അവന് ഒരു താല്പര്യം ഉണ്ടാകും. നമ്മൾ പലതിലും വിട്ടു നോക്കി. സ്പോർട്സിൽ വിട്ടു നോക്കി, സ്പോർട്സിൽ തന്നെ വ്യത്യസ്ത ഇവൻറ്റുകളിൽ വിട്ടു നോക്കി, സ്വിമ്മിങ്ങിൽ വിട്ടു നോക്കി, പലതിലും. ഈവൻ ചിത്രരചനയാണോ അവന് താല്പര്യമെന്ന് നോക്കി, മ്യൂസിക്കാണോ താല്പര്യം നോക്കി, പലതിലും നമ്മൾ വിട്ടിട്ടും അങ്ങോട്ട് അത് ഹുക്ക് ചെയ്യുന്നില്ല.
അപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് തോന്നിയൊരു സംശയം ക്രിയേറ്റീവാണോ എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞങ്ങൾ സിനിമയ്ക്കുള്ള അവസരങ്ങൾ ഉണ്ടാകുമെങ്കിൽ ആ അവസരങ്ങൾ വിനിയോഗിച്ച് നോക്കണം എന്ന് കരുതിയത്. അപ്പോൾ അതിൽ ശരിയാണ് എന്ന് നമുക്ക് ബോധ്യമായി. ആദ്യത്തെ ഷോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ ഡയറക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, വളരെ പെർഫെക്റ്റായിരുന്നു, അവൻ നന്നായി ചെയ്തു, തന്മയത്തോടെ ചെയ്തു, അവന് നിങ്ങളുടെ പിക്ക് കറക്റ്റായിരുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ആ സിനിമയിലേക്ക് ഞങ്ങൾക്ക് ഒരവസരം ചോദിക്കുകയും ഞങ്ങൾ വിടാനും തയ്യാറായത്, ഒത്തു വന്നപ്പോൾ വിടാൻ തയ്യാറായത് നേരത്തെ സ്പോർട്സിന് വിട്ടതുപോലെ തന്നെയാണ്, ഇല്ലെങ്കിൽ ചിത്രരചനയ്ക്ക് വിട്ടതുപോലെ തന്നെയാണ്. ഇത് അവന് പറ്റുന്നതാണോ അറിയില്ല, പക്ഷേ എല്ലാ മേഖലയും നമുക്ക് വിടാതെ എങ്ങനെ അറിയാൻ പറ്റും? ഇങ്ങനൊരു അവസരം വരാതെ അവൻ അഭിനയിക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റില്ലല്ലോ. ശരിയാണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവസരങ്ങളില്ലാതെ വരുമ്പോൾ നമ്മൾ അറിയാതെ, നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ അവസാനം വരെയും നമ്മുടെ കഴിവുകൾ അറിയാതെ പോവില്ലേ? അതെ, ജീവിതം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും കഴിവുകൾ കണ്ടെത്തി മുന്നോട്ട് പോകാനൊക്കെ ഇത് സഹായിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, യഥാർത്ഥത്തിൽ പേരൻറ്റ് ചെയ്യേണ്ടത് യഥാർത്ഥ പേരൻറ്റ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. ആസ് എ പേരൻറ്റ് ഞാൻ ചെയ്യുന്നത് എനിക്ക് പറയാമല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത്, കുഞ്ഞുങ്ങളുടെ കഴിവുകൾ, അതിനുള്ള സാധ്യതകൾ പരമാവധി കൊടുക്കുക. എവിടെയാണ് അവർ ഹുക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് അവൻ്റെ കഴിവുകൾ പതിയിരിക്കുന്നത്, എന്താണ് അവൻ്റെ ടാലൻറ്റ്? ഓക്കെ, ആ ടാലൻറ്റിലേക്ക് ഒരിടത്ത് ഹുക്ക് ചെയ്യും. അവനും തോന്നും ഇത് കംഫർട്ടബിളാണ്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എക്സ്പെർട്ടുകൾ പറയും ഹീ ഈസ് വെരി ബിഫിറ്റിംഗ് ഫോർ ദിസ് എന്ന് പറഞ്ഞാൽ ഓക്കെ, അതവൻ്റെ ഏരിയ ആണ്, അവൻ്റെ പാത്താണ്. നമ്മൾ പിന്നെ അതിനുള്ള അവസരങ്ങൾ കൂടുതലുണ്ടാക്കുക, അതിലവനെ കൂടുതൽ നന്നായി ട്രെയിൻ ചെയ്യിപ്പിക്കുക, വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള സ്പൂണിങ് കൊടുക്കുക. അപ്പോൾ നല്ല ട്രെയിനിങ് കൊടുക്കാമല്ലോ. ഇപ്പോൾ സ്പോർട്സ് ആണെങ്കിൽ നമുക്ക് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് രാജ്യത്ത്, അല്ലേ? ഏത് മേഖലയിലാണെങ്കിലും ഉണ്ട്. ആർട്സ് ആണെങ്കിൽ അപ്പോൾ പിന്നെ അതിൽ ചെയ്യേണ്ടത് അതിലേറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നോക്കുക, നല്ല ട്രെയിനേഴ്സിനെ കാണുക, നല്ല വർക്ക്ഷോപ്പുകൾ ഇവിടെ നടക്കുന്നത് മനസ്സിലാക്കുക. മകൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊക്കെയാണ്. അവൻ ഇതിൽ താല്പര്യമുണ്ട് എന്ന് തോന്നുന്നു. താല്പര്യമുണ്ടെന്നല്ല, അവൻ അതിന് ഏറ്റവും നന്നായി അവൻ ചെയ്തു അവനെ ഏൽപ്പിച്ച കാര്യങ്ങളെന്ന് കഴിഞ്ഞ 3 സിനിമകളാണ് ഇപ്പോൾ ചെയ്തത്. 3 സിനിമകളിലും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ചലച്ചിത്രകാരന്മാർ പറഞ്ഞു. സിനിമ റിലീസ് ചെയ്യപ്പോഴും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനം തോന്നി. അവനെ സ്ക്രീനിൽ കണ്ടപ്പോഴും വലിയ അഭിമാനം തോന്നി. നന്നായി ചെയ്തിരിക്കുന്നവൻ, വളരെ നന്നായി ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനി വരാനിരിക്കുന്ന 2 എണ്ണത്തിലും അതുപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് 3ാമത്തെ സിനിമയിലായിരിക്കും കുറച്ചുകൂടി മലയാളം പടത്തിൽ. തമിഴ് പടത്തിൽ ഒരുപാട് ദിവസങ്ങളുണ്ടായിരുന്നു അവൻ. അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഞങ്ങൾ ചെയ്തത് തമിഴ്നാട്ടിലെ ആയിരുന്നു പൂർണ്ണമായും തമിഴ് പടത്തിൻ്റെ ഷൂട്ട് മുഴുവൻ. ആ തമിഴ് പടത്തിൻ്റെ മിക്കവാറും ഷൂട്ടിലൊക്കെ 10 വയസ്സുകാരൻ ഒറ്റയ്ക്ക് തന്നെയാണ്. ഒറ്റയ്ക്ക് മീൻസ് വളരെ എൻ്റെ ടീമിലുള്ള വളരെ റെസ്പോൺസിബിളായ നമ്മുടെ ഒരു കുടുംബ സുഹൃത്തിനൊപ്പം തന്നെ അവിടെ ചിലവഴിക്കുകയാണ് ഇത്. അപ്പോൾ ഒറ്റയ്ക്ക് എങ്ങനെയാണ്, നൈറ്റിലായിരുന്നു പൂർണ്ണമായ ഷൂട്ടിങ്. ആ നൈറ്റ് ഷൂട്ടിലുടനീളം എങ്ങനെയാണ് ഒരു സെറ്റിൽ ബിഹേവ് ചെയ്യേണ്ടത്, ഒരു കൂടുതൽ വ്യത്യസ്ത പ്രായഘടനയിൽപ്പെട്ട വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ അവിടെ. അപ്പോൾ ആളുകൾക്കിടയിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് അവിടെ സർവൈവ് ചെയ്യേണ്ടത്, ഓക്കെ, ഇതെല്ലാം അവൻ ലേൺ ചെയ്യല്ലേ. അപ്പോൾ വളരെ കേവലമായ അക്കാഡമിക് ലൈഫ് മാത്രമല്ല ഒരു വിദ്യാർത്ഥിയുടെ, ഒരു കുട്ടിയുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കേണ്ടത്. നമ്മളതിൽ ഒരു ലേണിംഗ് പ്രോസസ്സിനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വലിയൊരു ഫിലിം സെറ്റിൽ, അത് തമിഴ് ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നീഷ്യൻസ് ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു സെറ്റിൽ വളരെ ലെജൻഡറി ആയ ആളുകൾക്കൊപ്പം എൻ്റെ മകന് ഇത്രയും ദിവസം, ഏതാണ്ട് 1 മാസത്തോളം കാലം വ്യത്യസ്ത സ്കെഡ്യൂളുകളിലായിട്ട് അവന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അങ്ങനെ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി അവൻ അഭിനയിച്ച് അതിൻ്റെ റിസൾട്ട് എന്താണോ എന്നുള്ളതൊക്കെ അതിന് പുറമേ അവൻ ആർജിച്ചെടുക്കുന്ന ഒരു ലേണിംഗ് ഉണ്ട്, കപ്പാസിറ്റി ഉണ്ട്, അല്ലേ? അതെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നെ വളരെ സ്വാധീനിച്ചു. ഞാൻ അടുത്തിടയ്ക്ക് അധ്യാപക ദിനത്തിനെന്ന് ഞാൻ ഫേസ്ബുക്കിൽ എഴുതി, ഇത് 8ാം ക്ലാസ്സിൽ നിന്ന് 9 ക്ലാസ്സിലേക്ക് ഞാൻ എത്തിയ സമയം 8A ഞാൻ 9A. അന്ന് ഓൾ പാസ് അല്ല. അപ്പോൾ കുറേ പേര് തോക്കും, കുറേ പേര് ജയിക്കും. അപ്പോൾ 8ൽ നമ്മളോടൊപ്പം പഠിച്ച എല്ലാവരും 9ലേക്ക് എത്താനുണ്ടാവില്ല. നമ്മൾ 9ലേക്ക് എത്തുമ്പോൾ 9 ക്ലാസ്സിൽ നേരത്തെ പഠിച്ചിരുന്ന കുറേ പേര് 10ലേക്ക് പോകാതെ തോറ്റവിടെ നമ്മുടെ ക്ലാസ്സിൽ കൂടെ ചേരും. ഇതാണ് ആ ഒരു സിസ്റ്റം.
അപ്പോൾ 8A നിന്ന് 9A എത്തുമ്പോൾ 8, 9, 10 എൻ്റെ A ഡിവിഷൻ്റെ ക്ലാസ് ടീച്ചർ രാജൻ അബ്രഹാം സാറായിരുന്നു. അപ്പോൾ സാറ് 9ാം ക്ലാസ്സിലെ ആദ്യത്തെ ദിവസം ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, നിങ്ങളിൽ 8A ഉണ്ടായിരുന്ന എല്ലാവരും ഇപ്പോൾ 9A ഇല്ല. എന്നാൽ ഇവിടെ വന്നപ്പോൾ 9ൽ നിന്ന് 10ലേക്ക് പോകാൻ പറ്റാത്ത കുറച്ച് പേര് ഇവിടെ ഇരിപ്പുണ്ട് താനും. പക്ഷെ നിങ്ങളിൽ ആരൊക്കെ തോറ്റു ജയിച്ചു എന്ന് ഞാൻ വിലയിരുത്തുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നിങ്ങളുടെ മാനേഴ്സിലുണ്ടായ, നിങ്ങളോടുള്ള ആളുകളുടെ പെരുമാറ്റത്തിൽ, നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഉണ്ടായിട്ടുള്ള വളർച്ചയെ ആസ്പദമാക്കിയിട്ടായിരിക്കും എന്ന് സാറ് പറയുന്നുണ്ട്. മാർക്കിന് അടിസ്ഥാനമല്ല എന്നുള്ളതാണ്. നിങ്ങൾ ജയിച്ചു എന്ന് നിങ്ങൾ അഭിമാനിച്ച് നിങ്ങൾ ഇത് മാത്രമല്ല, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഒരു വർഷത്തിനകം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ കൂടുതൽ രൂപപ്പെടുന്ന എമ്പതി അല്ലെങ്കിൽ സെൽഫ് ലേണിംഗ് കപ്പാസിറ്റി, ആളുകളോടുള്ള പെരുമാറ്റത്തിൽ വരുന്ന മാറ്റം, ഇല്ലേ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നിങ്ങളുടെ എത്ര പേർ ജയിച്ചു തോറ്റു എന്ന് ഞാൻ വിലയിരുത്തുന്നത് എന്ന് രാജൻ അബ്രഹാം സാർ പറയുന്നുണ്ടായിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ സാറിനെ പിന്നീട് എനിക്ക് പിന്നീട് കാണാനൊന്നും പറ്റിയിട്ടിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ കുറിപ്പെഴുതി ഞാൻ സാറിനെ തിരയുന്നുണ്ടെന്ന് പറഞ്ഞു. അധ്യാപക ദിനത്തിന് നിൻ്റെ പോസ്റ്റാണ്. പക്ഷേ അതിൻ്റെ തുടർച്ചയിൽ എനിക്ക് സാറിനെ കിട്ടി. സാർ പത്തനംതിട്ടയിൽ ഇപ്പോഴും റിട്ടയർഡ് ലൈഫിലാണ്. സാറ് നമ്പർ എനിക്ക് കിട്ടി. ഞാൻ സാറിനെ വിളിച്ചു. സാറ് ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു, വലിയ സന്തോഷമായി എന്ന് പറഞ്ഞു. ഒരു പൂർവ്വ വിദ്യാർത്ഥി ഇത് ഓർത്ത് ഇത് പങ്കുവെക്കുമ്പോൾ അധ്യാപകനുണ്ടാകുന്ന അതെ അദ്ദേഹത്തിന് വലിയ ഒരു സന്തോഷമായിരുന്നു, ഗുരുദക്ഷിണയായിരുന്നു അത്. കാരണം അദ്ദേഹം ഇത് പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ ഓർക്കുന്നുണ്ടാകില്ല, പക്ഷെ അതെന്നെ സ്വാധീനിച്ചിരുന്നു. ഒരു അധ്യാപകൻ എന്ന രീതിയിൽ അദ്ദേഹം വിജയിച്ചു എന്ന് പറയും. കാരണം ആഗ്രഹിച്ചത് എന്താണോ കുട്ടി, അതായത് വിദ്യാർത്ഥി ആ കാര്യം മനസ്സിലാക്കി അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്തു. അത് അദ്ദേഹം പറഞ്ഞതിൽ നിന്നും അതൊരു വലിയ വെളിച്ചമായിരുന്നു. അതുപോലെ തന്നെ പിന്നീടുള്ള ഞങ്ങളുടെ വായനയിൽ നിന്നും ഞങ്ങളുടെ ലേണിങ്ങിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കുന്ന പാരൻറ്റിങ് കേരളത്തിൽ എനിക്കിപ്പോഴും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രേക്ഷകരോടൊക്കെ പറയാനുള്ളത്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് നേട്ടം കൈവരിച്ചവരാണ്. അതെ, ലോകത്തിലെ പല രാജ്യങ്ങളോടുമാണ് നമ്മുടെ താരതമ്യം, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളോടല്ല. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും പള്ളിക്കൂടത്തിൽ പോകാത്ത കുട്ടികളുണ്ട്. ഞാൻ തന്നെ പാർലമെൻറ്റിൽ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് അത് സംബന്ധിച്ചിട്ട് ഗവൺമെൻറ് തന്നെ ഉത്തരം തരുന്നുണ്ട്. 10,000-കണക്കിന് കുഞ്ഞുങ്ങൾ ഇപ്പോഴും കണക്ക് പ്രകാരം തന്നെ ഇന്ത്യയിൽ പള്ളിക്കൂടങ്ങളിൽ പോകുന്നില്ല. വിവിധ സ്റ്റേറ്റുകളിൽ പകുതി വഴിയിൽ വെച്ച് പഠനം ഉപേക്ഷിക്കുന്ന കുട്ടികളും വളരെ വലുതാണ്. പള്ളിക്കൂടത്തിൽ പോകാത്ത ദളിത്, ST കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ, ഈവൻ പള്ളിക്കൂടത്തിൽ പോകാത്ത അല്ലെങ്കിൽ ഡ്രോപ്പ് ഔട്ട് ആവുന്ന മിടുക്കരായ പെൺകുട്ടികളുടെ കഥകൾ, അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ്. നമ്മൾ ഒരുപാട് മുൻപോട്ട് പോയി. എഡ്യൂക്കേഷൻ കേരളത്തിൽ സാർവത്രികമാണ്. ഇന്ത്യയിൽ ഇത്രയധികം പള്ളിക്കൂടങ്ങളുള്ള വേറൊരു സ്റ്റേറ്റില്ല, ഇത്രയധികം ഹൈടെക് പള്ളിക്കൂടങ്ങളുള്ള വേറൊരു സ്റ്റേറ്റില്ല. ഏതാണ്ട് എല്ലായിടത്തും സ്മാർട്ട് ക്ലാസ് റൂമുകളായി, വാഹന സൗകര്യം. കേരളത്തിലെ ഏതാണ്ട് എല്ലാ പള്ളിക്കൂടങ്ങളിലും കുട്ടികൾ സ്വന്തം വാഹനങ്ങളിലോ ഇല്ലെങ്കിൽ സ്കൂൾ ബസ്സുകളിലോ ആണ് സ്കൂളിലേക്ക് പോകുന്നത്. കേരളത്തിലെ മഹാഭൂരിപക്ഷം, ഞാൻ എല്ലാം പറയുന്നില്ല എങ്കിലും അത്രയധികം താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ സ്റ്റേറ്റും ഇന്നില്ല. സ്മാർട്ട് ക്ലാസ്സായി, പിന്നെ ഇതിനൊക്കെ ഡിജിറ്റൽ ഡിവൈഡ് പരമാവധി കുറഞ്ഞ സ്റ്റേറ്റാണ് കേരളം. അതെ, കാരണം ഈ തലമുറ ഇൻ്റർനെറ്റ് പ്രധാനപ്പെട്ടാണ്. അപ്പോൾ ഓൺലൈൻ ആക്സസ്, ഇൻ്റർനെറ്റ് ആക്സസ് ഒക്കെ ഇന്ന് കേരളമാണ്. അപ്പോൾ നമ്മുടെ നേട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിനോട് താരതമ്യം ചെയ്യാൻ പറ്റുകയില്ല. അവർക്കൊന്നും എങ്ങും എത്താനാവില്ല. പക്ഷേ ഇനി രക്ഷകർത്താക്കളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴേക്കും സമ്പൂർണ്ണ സാക്ഷരത, കൾച്ചറൽ അപ്ലിഫ്റ്റ്മെൻറ്റ് എല്ലാം നമ്മൾ വലിയ നിലയിൽ സ്വായത്തമാക്കി. പക്ഷേ ഇവിടെ വരുന്നൊരു പ്രശ്നം, പാരൻറ്റിങ്ങിൽ നമുക്കിപ്പോഴും വളരെ വികലമായ ഒരുപാട് ഘടകങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് മാറണം. എങ്ങനെയെങ്കിലും ജീവിക്കുക, എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ള കാര്യങ്ങൾ കണ്ടെത്തുക എന്നതിനപ്പുറത്ത് എന്താണ് പാഷൻ, അല്ലേ, എന്താണ് നമ്മുടെ ടാലൻറ്റ്, അതിന് പറ്റുന്ന വിധമുള്ള ഒരു പാരൻറ്റിങ്ങും അതിന് പറ്റുന്ന വിധം അക്കാഡമിക് മീൻസ് ടീച്ചർ പാരൻറ്റ് റിലേഷൻഷിപ്പും ഡെവലപ്പ് ചെയ്യണം. അതാണല്ലോ പാരൻറ്റിൻ്റെ അടുത്തും പിന്നെ കൂടുതൽ നേരം നമ്മുടെ അധ്യാപകരുടെ അടുത്തുമാണ് ഈ കുട്ടികൾ ഇടപെടുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ വളരെ പ്രൊഡക്റ്റീവായൊരു ഹ്യൂമൻ റിസോഴ്സിനെ നമുക്ക് സൊസൈറ്റിക്ക് ലഭ്യമാവുകയുള്ളൂ. അതെ, മറ്റേത് മാർക്ക് വാങ്ങി പാസ് ഔട്ട് ആവുന്ന ഒരു വ്യക്തിക്ക് പകരം പ്രൊഡക്റ്റീവാകില്ല. അതെ, പ്രൊഡക്റ്റീവാകില്ല. ഇപ്പോൾ എനിക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയും, അല്ലേ? അപ്പോൾ അത്രയും നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് എന്നെ എൻ്റെ ഉമ്മ
ഞാൻ എൻ്റെ പ്രീഡിഗ്രി ടൈം കഴിയുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ജോലി വേണം, അല്ലെങ്കിൽ അത് പ്രയാസമാണ്. ഇതൊരു ശരാശരി മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്നൊരു കൺസേണാണ്. അതുകൊണ്ട് തന്നെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നമുക്ക് പ്ലംബിങ്ങിനും വയറിങ്ങിനും പഠിപ്പിക്കാൻ വിട്ടു. എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ട് ചേർത്തു. എൻ്റെ പാരൻറ്റിൻ്റെ ബോധ്യം അതായിരുന്നു, അല്ലേ? ഞാനവരെ ബ്ലെയിം ചെയ്യുകയല്ല ചെയ്യുന്നത്. അവരെൻ്റെ ഭാവിയെ കണ്ട് ചെയ്ത കാര്യമാണ്, സോക്കോൾഡ് നല്ല കാര്യമാണ് അവരെ സംബന്ധിച്ച്, അല്ലേ? പക്ഷേ അവരുടെ കാഴ്ചപ്പാടതായിരുന്നു. എൻ്റെ പാഷനും എൻ്റെ ഏരിയയും അതായിരുന്നില്ല. ഇപ്പം ഞാൻ അതിലേക്ക് തന്നെ പോകാൻ ഫോഴ്സ് ചെയ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഞാൻ അതിലേക്ക് തന്നെ പോയനെ. പക്ഷേ പിന്നീട് ഒരിക്കൽ ഞാൻ അത് പ്രൊഡക്റ്റീവ് ആകില്ലല്ലോ, എൻ്റെ ഏരിയ അതല്ലല്ലോ. എനിക്ക് ഞാനെന്ന ഹ്യൂമൻ റിസോഴ്സിന് ഈ സൊസൈറ്റിക്ക് വേണ്ടി മറ്റൊരുപാട് തരത്തിൽ ഇടപെടാൻ കഴിയും. ശരിയല്ലേ? അങ്ങനെ പോകാൻ നമുക്ക് കഴിയണം. അങ്ങനെ കണ്ടെത്തിയോണ്ടാണ് ശരിക്കും പറഞ്ഞാൽ സാർ ഇപ്പോൾ ഈ MP എന്ന തസ്തികയിലും അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം എന്ന നിലയിൽ പോലും ആ കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ടല്ലേ ഇവിടെ എത്തിയതും. ഞാനിപ്പോൾ തീർച്ചയായിട്ടും അതെ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഹോസ്റ്റലിലെ സമാപന വേദിയിൽ ടൊവിനോയും ആസിഫുമായിരുന്നു. കേരളത്തിലെ ഇന്ന് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള 2 ചലച്ചിത്ര നടന്മാരാണ്. രണ്ടുപേരും വളരെ കൗതുകരമായൊരു കാര്യം രണ്ടുപേരുടെ സ്പീച്ചിൽ ഞാൻ ശ്രദ്ധിച്ചു. ഒരാൾ പറഞ്ഞു, ഞാൻ കലോത്സവ വേദിയിൽ കസേര പിടിച്ചിടാൻ പോലും കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. മറ്റേയാളും ഇതിന് സമാനമായി തന്നെ ആവർത്തിച്ചു. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് അവരവിടെ എത്തി നിൽക്കുന്നു. സപ്പോസ് അവർ ഈ വഴിക്കൊന്നും വന്നില്ല, അവർ വേറെ പല മേഖലയിലും പോകാനായിട്ട് പ്രഷർ ചെയ്യപ്പെട്ടു. ഒരു കരിയർ വേറൊരു തരത്തിലായിരുന്നു ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ ടൊവിനോയെ പോലെയോ ആസിഫിനെ പോലെയോ ഏറ്റവും ബ്രില്യൻ്റായ ഈ 2 മഹാതാരങ്ങളെ മലയാളത്തിൻ്റെ ഫിലിം ഇൻഡസ്ട്രിക്ക് ലഭിക്കുമായിരുന്നോ? ശരിയാണ്, ഇല്ല. അതാണ് ഞാൻ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഔട്ട്പുട്ടിനെ കുറിച്ച് പറഞ്ഞത്. ഒരു മനുഷ്യൻ ജനിച്ച് ജീവിച്ചു തീർക്കുന്നതിനിടയിൽ അത് വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമാണല്ലോ ഇതെല്ലാം. അപ്പോൾ ആ കാലത്തിനുള്ളിൽ പ്രൊഡക്റ്റീവായി ഈ ഭൂമിയിൽ ഈ സമൂഹത്തിന് വേണ്ടി അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നു? അപ്പോൾ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിനെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുമ്പോഴാണ് ഒരു കൺട്രിയുടെ, രാജ്യത്തിൻ്റെ വികസനം, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ പുരോഗതിയും എല്ലാം ഉണ്ടാകുന്നത്. അത് രൂപപ്പെടുത്തിയെടുക്കണമെങ്കിൽ അവരെ കൃത്യമായി ഫീൽഡ് ചെയ്യാൻ നമുക്ക് കഴിയണം. അവരുടെ കഴിവുകൾക്കനുസരിച്ച് നമുക്ക് ഫീൽഡ് ചെയ്യാൻ കഴിയണം. പാടുന്നവനെ പാടാൻ തന്നെ വിടണം, അല്ലേ? അവനോട് നിർബന്ധിച്ചിട്ടല്ല നീ സിവിൽ സർവീസ് ഓഫീസറായേ മതിയാകുന്നവനോട് പറയുന്നതല്ല യഥാർത്ഥമുള്ളത്. ശരിയാണ്. അവൻ്റെ പാഷൻ എവിടെയാണോ അവിടേക്ക് ഒന്ന് വിടുമ്പോഴല്ലേ അവന് പ്രൊഡക്റ്റീവായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ആ അങ്ങനെ ഒരു പാരൻറ്റിങ്ങും അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറും അങ്ങനെ ഒരു അവയർനെസ്സും നമ്മുടെ കേരളത്തിലൊരു നീഡ് ഓഫ് ദി അവറാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരിയാണ്. ഇതിലൊരു ഭാഗമുള്ളതെന്ന് വെച്ചാൽ ഇപ്പം എല്ലാവർക്കും സാമ്പത്തികമായിട്ടും ഈ ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് സാമ്പത്തികമായിട്ട് പിന്നോട്ടിരിക്കുന്ന ഒരു പാരൻസിനെ സംബന്ധിച്ചോളം ഇതിലേക്ക് ഈ പറഞ്ഞ ആഗ്രഹത്തിലൂടെ മക്കളെ വളർത്താൻ ഒരു പരിമിതിയില്ലേ? അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത്. ഒന്ന്, ഇതിൻ്റെ കഴിവുകൾ എവിടെയാണ് തിരിച്ചറിയുക എന്നുള്ളതാണ്. കഴിവുകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പേരൻറ്റിന് സ്വന്തം നിലയ്ക്ക് ഈ ഒരു ധാരണയിലെ പ്രശ്നം ഉണ്ടാകും, അവൻ്റെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ടാകും, പലതരത്തിലുണ്ടാകും. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് വളരെ പ്രസക്തമാണ്. ബോധപൂർവ്വം അങ്ങനെ പറയണം, PTA റോള് വരുന്നത് അവിടെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിയല്ല ഈ സൊസൈറ്റിയിൽ വന്നിട്ടുള്ളത്. നമ്മളൊന്നും നേടിയിട്ടുള്ളത് അങ്ങനെയല്ല. കേരളം നേടിയിട്ടുള്ളത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കോവിഡിൻ്റെ കാലത്തും പ്രളയത്തിൻ്റെ കാര്യത്തിലും പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുമിച്ചാണ് ഇതിനെ അതിജീവിക്കാൻ കഴിയാവും. നമ്മളെല്ലാവരും ഇറങ്ങുകയല്ലേ എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. നമ്മളെന്ന പദത്തിനാണ് വളരെ പ്രസക്തി. അന്ന് അദ്ദേഹം നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്ന വാർത്താ സമ്മേളനങ്ങളിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം ആവർത്തിച്ച പദം നമ്മളെന്നാണ്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കൗണ്ട് ചെയ്തോളൂ, അല്ലെങ്കിൽ ഒന്ന് ഒബ്സർവ് ചെയ്തോളൂ. അതാണ് സ്പിരിറ്റ്. അപ്പം നമ്മൾ ഒരുമിച്ചാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ സിസ്റ്റമാണ്. ഒരു അധ്യാപകന് റോളുണ്ട്, അല്ലേ? ഒരു PTA സ്കൂൾ PTA റോളുണ്ട്, സൊസൈറ്റിക്ക് ആസ് എ ഹോൾ റോളുണ്ട്. നന്നായി പാടുന്നൊരു കുട്ടി, അല്ലെങ്കിൽ നന്നായി സ്പോർട്സ് ചെയ്യുന്നൊരു കുട്ടി, അത് തീർച്ചയായിട്ടും ആ സ്പോർട്സിനുള്ള അയാളുടെ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സയൻറ്റിഫിക് സ്ഥലങ്ങളില്ല എന്നിരിക്കട്ടെ, അയാളെ അയക്കാനും അയാളെ അതിനുവേണ്ടി മെൻറ്റർ ചെയ്യാനും ഒക്കെ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുന്ന വിധമുള്ളൊരു എക്കോ സിസ്റ്റം അവിടെ രൂപപ്പെടണം. അതിന് കേരളത്തിന് സാധിക്കും. ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും അലുമിനി അസോസിയേഷൻസ്, എനിക്ക് അവരോടൊക്കെയാണ് പറയാനുള്ളത്. എന്താണ് അലുമിനി അസോസിയേഷൻ്റെ റോള്? കേരളത്തിലെ എല്ലാ സ്കൂളുകളിൽ നിന്നും, കേരളത്തിലെ ഇന്ന് ലോകത്തെവിടെ പോയാലും ഏറ്റവും പ്രധാനപ്പെട്ട നല്ല വരുമാനമുള്ള രീതിയിൽ എല്ലായിടത്തും ഒരു സ്കൂളിൽ കുറേ പേരെങ്കിലും ഇന്ന്
എല്ലാ സ്കൂളിലെയും കുറച്ച് പേർ, ഒരു സെറ്റ് ഓഫ് ആളുകൾ ലോകത്തെവിടെയെങ്കിലും നല്ല നിലയിൽ തന്നെ കഴിയുന്നവരുണ്ടാകും. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലത്ത് വാട്സപ്പ് എല്ലാം സജീവമായതിനു ശേഷം എല്ലായിടത്തും ഈ പൂർവ്വകാല വിദ്യാർത്ഥികളുടെ കൂട്ടായ്മകളെല്ലാം വളരെ സജീവമാണ്, എഫക്റ്റീവാണ്, പ്രൊഡക്റ്റീവാണ്. എങ്ങനെ പ്രൊഡക്റ്റീവ് ആകണം? അതിങ്ങനെ കൂടി പ്രൊഡക്റ്റീവ് ആകണം അല്ലേ? അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാം. ഞാൻ പഠിച്ച സ്കൂളിലെ ഒരു വിദ്യാർത്ഥി നന്നായിട്ട് അയാളൊരു ഔട്ട്സ്റ്റാൻഡിങ് പ്ലെയറാണ് ഇൻ എ പർട്ടിക്കുലർ ഗെയിം. അതിനൊരു പ്രത്യേക ട്രെയിനിങ് അയാൾ കൊടുക്കാൻ ഞാൻ തയ്യാറാകണം, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന ഈ കമ്മ്യൂണിറ്റി തയ്യാറാകണം, അതൊന്ന് ഇനിഷ്യേറ്റ് ചെയ്യണം. പലപ്പോഴും ഇത്തരത്തിൽ ഇനിഷ്യേറ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല, ഇല്ലെങ്കിൽ അത് സ്വപ്നം കാണാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. സ്വപ്നം കാണാൻ തയ്യാറാവുകയും അങ്ങനെ ഒരു ആഗ്രഹത്തോടെ ഇറങ്ങുകയും ചെയ്താൽ കേരളത്തിൻ്റെ ഒരു പൊതുരീതി അനുസരിച്ച് അതിനുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ടാകും. അതിന് താങ്കൾ നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഒരു പ്രശ്നമല്ല. അതെ, ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ സാധ്യമാണ്. അങ്ങനെ എത്രയോ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ശരിയാണ് അല്ലേ? അപ്പോൾ അത് നമുക്ക് അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ചിന്ത അതിലേക്ക് മാറുക എന്നുള്ളതാണ്. നമ്മളത് ചിന്തിക്കാതെ ഇരിക്കുന്നു. ആസ് യൂഷ്വൽ പോയി പഠിക്കുക വരിക എന്ന നിലയിൽ മാത്രം പോയിട്ട് പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കി ഒപ്പിട്ട് കൊടുക്കുന്ന ജോലി മാത്രം പേരൻറ്റും അധ്യാപകരുടെ ജോലി വിളിച്ചിരുത്തി കുട്ടികളോട് ഞാൻ ഇത് പറയുകയും ചെയ്യുന്നതിലല്ല. നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിൽ ഈ അവബോധത്തിൽ വരേണ്ട മാറ്റമാണ്. ഇനി അധ്യാപക സംഘടനകൾക്ക് ഇതിൽ റോളുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നല്ല നിലയിൽ ഇപ്പോൾ ശ്രീ വി ശിവൻകുട്ടി ഇപ്പോൾ മന്ത്രിയായി വന്നു. കഴിഞ്ഞ ഗവൺമെൻറ്റും അതെ, ഈ ഗവൺമെൻറ് കാലത്ത് പ്രത്യേകിച്ചും നമ്മുടെ ഈ എന്താ പറയുക, പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ചില കൺസേൺസ് നമുക്കുണ്ടായിരുന്നു. അതിനെ നന്നായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ടെന്ന്, ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ഒക്കെ നന്നായി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ ശ്രമങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ ഇത് ഗവൺമെൻറ് എന്നുള്ള നിലയിലെ ഇനിഷ്യേറ്റീവിൽ മാത്രം വരേണ്ട കാര്യമല്ല, നമ്മുടെ പൊതു അവബോധമായി വളരേണ്ട കാര്യമാണ്. ഓരോ പാരൻറ്റിലും ഉണ്ടാകേണ്ട ഒരു അവബോധത്തിൻ്റെ പ്രശ്നമാണ് ഞാൻ ഉന്നയിച്ചത്. കുട്ടികളും പാരൻസും അധ്യാപകരും അലുമിനി സമൂഹം മൊത്തത്തിൽ ഒരു പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ റോൾ എന്താ? ഒരു പ്രദേശത്തെ യുവജന സംഘടനകളുടെ റോൾ എന്താ? വിദ്യാർത്ഥി സംഘടനകളുടെ റോൾ എന്താ? ഒരുപാട് സിവിൽ ഗ്രൂപ്പുകളില്ലേ നമ്മുടെ നാട്ടിൽ. നമ്മളെല്ലാവരും ചേർന്ന് പിടിച്ചാൽ നടക്കാത്ത കാര്യം ഇവിടെ ഉള്ളത്. പക്ഷെ നമ്മുടെ അവബോധം ആ നിലയ്ക്ക് മാറണം എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു കാഴ്ചപ്പാടുണ്ടാവണം. അതെ, അല്ലാതെ എല്ലാം ഈ സർക്കാർ ചെയ്യും, അല്ലെങ്കിൽ സർക്കാർ ഇതിനു വേണ്ടി കാത്തിരിക്കാതെ, തീർച്ചയായിട്ടും സർക്കാർ ചെയ്യുന്നുണ്ട്, അതിനൊപ്പം തന്നെ നമുക്കും പങ്കുണ്ട് എന്നുള്ള ഈ പറയുന്ന എന്താണ് പാരൻറ്റിങ് എന്നതിനെക്കുറിച്ച് കൃത്യമായി നമുക്ക് ധാരണ ഉണ്ടാവണം. ഞാനിപ്പോൾ സ്കൂളുകളിൽ പോകുമ്പോൾ ഞാൻ വിദ്യാർത്ഥികളോട് സാധാരണഗതിയിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇതിൽ പാട്ട് പാടാൻ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? അപ്പോൾ കുറേ പേര് കൈ ഉയർത്തും. ഇതിൽ ഡാൻസ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്, കുറേ പേര് കൈ ഉയർത്തും. ഇതിൽ നന്നായി ചിത്രം വരയ്ക്കുന്ന എത്ര പേരുണ്ട്? കുറേ പേര് കൈ ഉയർത്തും. ഇതിനകത്ത് നന്നായിട്ട് അഭിനയിക്കാൻ താല്പര്യമുള്ളത് കുറേ പേര് കൈ അടിക്കും. ശരി, ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യമുള്ളവർ, ഫുട്ബോൾ, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴായിരിക്കും. എന്നിട്ട് അടുത്ത് ചോദിക്കും, നിങ്ങളുടെ വീട്ടുകാരെപ്പോഴും നിങ്ങളോട് എന്താണ് പറയാറുള്ളത്? പഠിക്കൂ പഠിക്കൂ പഠിക്കൂ. കുട്ടികളെല്ലാം ഇതുപോലെ തന്നെ പറയും, സ്റ്റീരിയോ ടൈപ്പാണ്, എല്ലായിടത്തും വീട്ടിൽ പറയും. അപ്പോൾ ഞാൻ ചോദിക്കുക, നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമല്ലേ? ആണ്, പക്ഷേ ഡാൻസ് കളിക്കാൻ വേണ്ടി പറയാറുണ്ടോ? ഇല്ല, പറയാറില്ല. നിങ്ങൾക്ക് അപ്പോൾ അത് അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ശരിയാണ്. അപ്പോൾ നമ്മുടെ കുട്ടിക്ക്, നമ്മുടെ കുഞ്ഞിന് ഒരു കഴിവുണ്ടാകും. ആ കഴിവ് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ശേഷി നമുക്കുണ്ടാകുമ്പോഴാണ് പാരൻറ്റിങ് ആവുക. അതാണ് പാരൻറ്റിങ്. ഒരു അധ്യാപകനെ സംബന്ധിച്ചും ഇത് തന്നെയാണ്. അധ്യാപകൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ നിശ്ചയിച്ചിരിക്കുന്ന സിലബസ് തീർക്കൽ മാത്രമല്ല, തീർച്ചയായും അത് അദ്ദേഹത്തിൻ്റെ ജോലിയാണ്, അദ്ദേഹം തന്നെ ചെയ്ത് തീർക്കേണ്ട ജോലിയാണ്. അതോടൊപ്പം എന്താണ് ഈ കുട്ടിയുടെ സ്കില്ല് എന്ന് അധ്യാപകൻ തിരിച്ചറിയുകയും അത് സംബന്ധിച്ച് രക്ഷകർത്താക്കളും അധ്യാപകരും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ്, ഒരു കെമിസ്ട്രി ബിൽഡപ്പ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാനീ പറഞ്ഞ പ്രശ്നത്തെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. എങ്കിൽ മാത്രമേ ഒരു മെച്ചപ്പെട്ട ഹ്യൂമൻ റിസോഴ്സിനെ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതെ, ശരിയല്ലേ? അതാണ് ഈ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കാം നമുക്ക്. എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ നമുക്കറിയാം എത്രത്തോളം പാരൻറ്റിങ് എന്ന ലെവലിലും പിന്നെ വിദ്യാഭ്യാസപരമായിട്ടും എന്തൊക്കെ നമുക്ക് ഓരോ വ്യക്തിക്കും ചെയ്യാൻ കഴിയും എന്നുള്ള സ്പേസ് കണ്ടെത്തി അതിനുള്ള ഓരോ മാറ്റങ്ങൾ കൊണ്ടുവന്ന് നല്ലൊരു ആ സ്പേസ് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ, നല്ലൊരു നാളത്തെ സാറ് പറഞ്ഞ പോലെ ഹ്യൂമൻ റിസോഴ്സ് കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആക്കാൻ നമുക്ക് കഴിയട്ടെ. സാർ ഇപ്പം നേരത്തെ എംപതിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എമ്പതി പലപ്പോഴും ഇപ്പോഴത്തെ ആൾക്കാർ പറയുന്നത് എമ്പതി ഇപ്പോൾ ആളുകളിൽ കുറവാണ് എന്നൊരു രീതിയിൽ പറയുന്നുണ്ട്. അതിന് പുസ്തകത്തിന് പ്രാധാന്യമുണ്ടോ? പുസ്തകത്തിനും അതേപോലെ അതായത് വേറെ ആളുടെ സ്പേസിൽ നിന്ന് ചിന്തിക്കാനുള്ളൊരു കഴിവ് കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതിന് പുസ്തകത്തിന് എത്ര പ്രാധാന്യമുണ്ട്? പുസ്തകോത്സവങ്ങൾ ഇപ്പം KLF, ഇപ്പം ഈ അടുത്തിടെ YLF കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഫെസ്റ്റ് വരുന്നുണ്ട്, ഇപ്പം വയനാട് ബുക്ക് ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുസ്തകത്തിനും അതേപോലെ ഈ ഫെസ്റ്റിവൽസിനും എത്രത്തോളം പ്രാധാന്യം എമ്പതി എന്ന രീതിയിലും വേറെ ഏതൊക്കെ രീതിയിൽ എമ്പതി കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമെന്ന രീതിയിലും അത് നമ്മൾ എൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും നമ്മുടെ വീട്ടിലും എല്ലാം രൂപപ്പെട്ട് വരേണ്ട ഒരു അവസ്ഥയാണ്. ജനാധിപത്യത്തിൻ്റെ ബേസിക് നിർവചനം തന്നെ കൺസേൺ ഫോർ ദി അതർ. ഒരുപാട് നിർവചനങ്ങളുണ്ടെങ്കിലും അന്യനോടുള്ള കരുതലാണ് ജനാധിപത്യം എന്ന് പറയുന്നത് കേൾക്കാനാണ്, ആ നിർവചനമാണ് എനിക്ക് കൂടുതൽ ഉചിതമെന്ന് തോന്നിയിട്ടുള്ളത്. എപ്പോഴും അതാണ് നമ്മൾ കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ട, പ്രചരിപ്പിക്കേണ്ട നിർവചനമെന്നുമാണ് എൻ്റെ പക്ഷം. അന്യനോടുള്ള കരുതൽ എപ്പോഴും ഉണ്ടാകണം, ഒരു എമ്പതി എപ്പോഴും രൂപപ്പെട്ട് വരണം. അതേസമയം തന്നെ പ്രതിസന്ധികളെ ധീരമായി നേരിടാൻ നമുക്ക് കഴിയണം. ഇത് രണ്ടും നമുക്ക് സാധിക്കണം. അത് സമൂഹങ്ങൾ അതിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് സോഷ്യൽ സ്പേസുകളാണ്. ആ സോഷ്യൽ സ്പേസ് കൾച്ചറൽ സോഷ്യൽ സ്പേസുകൾ രൂപപ്പെടണം. ആ സോഷ്യൽ സ്പേസുകളാണ് നിങ്ങളീ പറഞ്ഞ KLF, YLF ഇതെല്ലാം ഇങ്ങനെ രൂപപ്പെട്ട് വരുന്നത്. വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, ഫെസ്റ്റിവൽ, മനോരമ നടത്തിയ ഹോർത്തൂസ്, തീർച്ചയായിട്ടും ഇതെല്ലാം തന്നെ അത്തരത്തിലുള്ളൊരു കൾച്ചറൽ എക്കോസിസ്റ്റം, കൾച്ചറൽ സോഷ്യൽ സ്പേസുകൾ. ഏറ്റവും നല്ല പദം സോഷ്യൽ സ്പേസാണ്. യഥാർത്ഥത്തിൽ കേരളീയ നവോത്ഥാനം എന്ന് പറയുന്നത് സോഷ്യൽ സ്പേസുകൾ വീണ്ടും അല്ലെങ്കിൽ രൂപീകരിക്കാനുള്ള സമരമായിരുന്നു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത സർവരും സോദരത്തിനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. 888 ഗുരുവിൻ്റെ വിഖ്യാതമായ ചുവരെഴുത്ത്. അദ്ദേഹം പറഞ്ഞത് ഇവിടെ എല്ലാവർക്കും ജാതിഭേദം മതദ്വേഷം എല്ലാവർക്കും വന്നിരിക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ, ദരിദ്രനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും വന്നിരിക്കുന്ന സ്ഥലങ്ങൾ, പരസ്പരം ഇടകലരുന്ന ഒരു ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ളൊരു സ്ലോഗനായിരുന്നു അത് ഗുരു മുന്നോട്ട് വെച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള സോഷ്യൽ സ്പേസുകൾക്ക് വേണ്ടിയുള്ള സമരത്തെയാണ് നവോത്ഥാനം എന്ന് പൊതുവിൽ നമ്മൾ വിളിക്കുന്നത്. അങ്ങനെയാണ് പള്ളിക്കൂടങ്ങൾ ഉണ്ടാകുന്നത്, അങ്ങനെയാണ് പൊതുവായിരുന്ന് കഴിക്കാവുന്ന സ്ഥലങ്ങൾ ഉണ്ടാകുന്നത്, അങ്ങനെയാണ് പൊതു ഇടങ്ങളെല്ലാം ഉണ്ടാകുന്നത്. എല്ലാ പൊതു ഇടങ്ങളും, നമ്മുടെ ചായക്കടകളും ബാർബർ ഷോപ്പും മുതൽ എല്ലാ ഫാക്ടറികൾ വരെയുള്ള എല്ലാ സോഷ്യൽ സ്പേസും ഉണ്ടാകുന്നത് അങ്ങനെയാണ്. മനുഷ്യനും അടിക്കണക്കിന് മനുഷ്യൻ ജാതി പറഞ്ഞ് മതം പറഞ്ഞ് മാറി നിൽക്കലല്ല, എല്ലാവരും ചേർന്നിരിക്കലാണ്. പക്ഷേ പിന്നീടുള്ളൊരു കാലത്ത് ടെക്നോളജിയുടെ ഇപ്പോൾ നമ്മൾ ഇത്തരം ഫെസ്റ്റിവലുകൾക്കുള്ള പ്രസക്തി എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരുപാട് ടെക്നോളജി കേന്ദ്രീകൃതമാകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറി 2024 അവർ പുറത്തിറക്കിയ വേർഡ് ഓഫ് ദി ഇയർ 24ൻ്റെ പദം അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നൊരു പുതിയ പദമാണ്. അത് ബ്രെയിൻ ഡ്രോട്ട് എന്നാണ്. BRAINDROT, ബ്രെയിൻ ഡ്രോട്ട് ഒരു ന്യൂ വേർഡാണ്. ഓക്സ്ഫോർഡ് മുമ്പോട്ട് വെച്ചു. എന്താ ബ്രെയിൻ ഡ്രോട്ട്? അത് ഈ ഗാഡ്ജറ്റുകളുടെ അടിമയായി പോകുന്ന സംഗതിയാണ്. നമ്മളിങ്ങനെ ഫോണെടുത്ത് നമ്മൾ സ്ക്രോൾ ചെയ്ത് നമ്മൾ അറിയാതെ ഇങ്ങനെ നോക്കിയിരുന്നു. നമ്മളെപ്പോഴും അപ്പുറത്താളുണ്ടെങ്കിലും ഇങ്ങനെ നോക്കുമല്ലോ. ഞാൻ നേരത്തെ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഈ കുഞ്ഞ് പറയുമല്ലോ, നിങ്ങളെന്തിനാണ് എനിക്ക് സമയം തരൂ, ഇതിൽ നോക്കിയിരിക്കുക. നിങ്ങളൊരു ബസ് സ്റ്റോപ്പിൽ നോക്കിയാൽ, നിങ്ങളൊരു ട്രെയിനിനകത്ത് നോക്കിയാൽ, ഏറ്റവും നല്ലത് ഹോം എന്ന് പറയുന്ന സിനിമ നോക്കിയാൽ മതി. ഹോം സിനിമയുടെ സ്റ്റേറ്റ്മെൻറ്റും അത് കൺവേ ചെയ്യുന്ന സന്ദേശവും ഇതാണല്ലോ. അതുതന്നെയാണ് ബ്രെയിൻ റോട്ട്. അപ്പോൾ ഇന്ന് കമ്മ്യൂണിറ്റിയുടെ സൊസൈറ്റിയുടെ ഒരു പ്രശ്നമായിട്ട് ഇത് വന്നിരിക്കുകയാണ്, ഹ്യൂമൻ ബീയിങ്ങിൻ്റെ. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഞാൻ പറയുന്നത്, നമ്മൾ ഭയങ്കര ഡിജിറ്റലി കണക്റ്റഡായി. അതെ. എന്നാൽ മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളില്ലാതായി. കുറേ കാലങ്ങൾക്ക് മുമ്പാണ് ഡോക്ടർ ജെ പ്രഭാഷ്, ചിന്തകനും എഴുത്തുകാരനും കേരള യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറുമാണ്. അദ്ദേഹത്തിൻ്റെ ഗംഭീരമായൊരു പ്രയോഗം ഉണ്ടായിരുന്നു, മാർക്കറ്റിൽ നിന്ന് മാളുകളിലേക്ക് മാറുന്ന മലയാളി, മാർക്കറ്റിൽ നിന്ന് മോളുകളിലേക്ക് മാറുന്ന മലയാളി. അദ്ദേഹം അത് എഴുതിയെടുത്ത് നിന്നിപ്പോൾ ഒരുപാട് മാറി. അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്നുണ്ടായിരുന്നു, മാർക്കറ്റിൽ വിലപേശലുണ്ട്, ഒത്തുചേരലുണ്ട്, ഇണങ്ങളുണ്ട്, പിണങ്ങളുണ്ട്, ഇല്ലേ? അതെ. ഒച്ചയുണ്ട്, ബഹളമുണ്ട്. മോളിൽ അതൊന്നും ഇല്ലല്ലോ. ശരിയാണ്. പോയി വരുന്നു, കാർഡ് സ്വൈപ്പ് ചെയ്യുന്നു, പോകുന്നുള്ളൂ. ഒരു ബന്ധങ്ങളില്ല, സോഷ്യൽ സ്പേസുകൾ നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു സ്പിരിറ്റിലാണ് അദ്ദേഹം അത് എഴുതിയത്. അപ്പോൾ അദ്ദേഹം അത് എഴുതിയെടുത്ത് പിന്നെയും എത്രയും മുമ്പോട്ട് പോയി. ഇപ്പം മോളുമില്ല, ഓൺലൈനാണ്.
ഓൺലൈൻ വ്യാപാരത്തിലേക്ക് മാറിയല്ലോ. അപ്പോൾ ഇതുണ്ടാക്കുന്ന വേറൊരു സാമൂഹ്യ പ്രശ്നമുണ്ട്. അപ്പോൾ മനുഷ്യനും തമ്മിൽ ഒരുമിച്ച് കൂടുക, എങ്ങനെയാണ് മനുഷ്യരോട് ഇടകലരേണ്ടത്, ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ. ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ നിങ്ങളോട് സൂചിപ്പിച്ചു, എൻ്റെ മകൻ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫിലിം സെറ്റിലേക്ക് വിട്ടപ്പോൾ ഒരു മാസക്കാലം നീണ്ടുനിന്ന അവൻ്റെ ആ എക്സ്പീരിയൻസ്, അവൻ്റെ ഒരു ലേണിംഗ് ആണ്. അതൊരു പുസ്തകത്തിൽ തന്നെ കിട്ടില്ല. ഹൗ ടു ബിഹേവ്, ഹൗ ടു സർവൈവ്, ഒരു പ്രതിസന്ധി എങ്ങനെയാണ് നേരിടേണ്ടത്, ഒരു പ്രശ്നകരമായൊരു സാഹചര്യത്തെ എങ്ങനെയാണ് നേരിടേണ്ടത്. മുഴുവൻ ദിവസം ഒരു രാത്രി നടക്കുന്ന സ്റ്റോറിയാണ് ആ സിനിമ. അപ്പോൾ മുഴുവൻ ഷൂട്ടും രാത്രിയിലാണ്, പകൽ ഷൂട്ടേ ഇല്ല. അപ്പോൾ പകൽ കിടന്ന് ഉറങ്ങണം, അത് അവൻ്റെ പുതിയൊരു അനുഭവമാണ്. പകൽ ഉറങ്ങണം, രാത്രി എഴുന്നേൽക്കണം, രാത്രി എഴുന്നേറ്റ് വൈകുന്നേരം 5 മണി മുതൽ ലൊക്കേഷനിലെത്തിയാൽ പുലർച്ചെ 6 മണി വരെ ചിലപ്പോൾ എല്ലാം റെഡിയായി, മേക്കപ്പ് എല്ലാം ആയിട്ട് റെഡിയായി അവിടെ ഇരുന്നാലും ചിലപ്പോൾ ഷോട്ടിന് വിളിക്കണമെന്നില്ല. അപ്പോൾ ഇതുണ്ടാക്കുന്നൊരു പ്രശ്നമുണ്ടല്ലോ ഇല്ലേ, ഒരു സാഹചര്യമാണ് അവൻ്റെ ജീവിതത്തിൽ. ആ സാഹചര്യമുണ്ട്, അങ്ങനെ ഒരു സാഹചര്യങ്ങളുണ്ട്. നമ്മൾ പാമ്പർ ചെയ്ത് മാത്രമല്ലല്ലോ. അവിടെയാണ് അപ്പോൾ പകരം ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ്, ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുന്നു, ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഞാൻ അതിജീവിക്കേണ്ടത്, അതിനോട് പറ്റും. അങ്ങനെ അതൊരു ലേണിംഗ് പ്രോസസ്സാണല്ലോ. അപ്പോൾ ഇത്തരമൊരു ലേണിംഗ് പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ താങ്കൾ ഈ പറഞ്ഞതുപോലുള്ള സോഷ്യൽ സ്പേസുകൾ. അത് യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ യുവധാര നടത്തുന്നതാകട്ടെ, DC ബുക്സ് എന്ന KLF ആകട്ടെ, മനോരമ ഇപ്പോൾ ആരംഭിച്ച ഹോർത്തൂസ് ആകട്ടെ, വയനാട് കൾച്ചറൽ ഫെസ്റ്റ് ആകട്ടെ, മാതൃഭൂമി നടത്തിക്കൊണ്ടിരിക്കുന്ന ഫെസ്റ്റ് ആകട്ടെ, പിന്നെ ലോകത്തിലെ മഹാരഥന്മാരെ കാണാം. അപ്പം ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞാലേ, ഞാൻ സ്കൂളിങ്ങെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ സുകുമാർ അഴീക്കോടിനെ നേരിട്ട് കാണുന്നത് അന്ന് കേരള സർവകലാശാല യൂണിയനും എൻ്റെ കോളേജ് യൂണിയനും ഒക്കെ നടത്തുന്ന പരിപാടികളിലാണ്. KEN കാണുന്നത്, അവരുടെ പ്രസംഗങ്ങൾ കേൾക്കുന്നത്, കൗതുകത്തോടെ ആ പ്രസംഗങ്ങൾ രേഖപ്പെടുത്തുന്നത്, പെരുമ്പടവം ശ്രീധരനെ കാണുന്നത്, അടുത്തു നിന്ന് കാണുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കുറേ പേര് കൂടി ഉണ്ട് എന്ന് ഞാൻ അറിയുന്നത്. കാരണം ഞാൻ പഠിച്ചു വരുന്ന പുസ്തകത്തിലൊന്നും ഇവരെയൊന്നും അറിയണമെന്ന് നിർബന്ധമില്ലല്ലോ. ഞാൻ പഠിച്ച പുസ്തകത്തിലൊന്നും സുഖറാട്ടിക്കൂട്ടിനെ പഠിക്കാനില്ലല്ലോ, ഒന്നുമില്ല. ഞാൻ പഠിച്ച പുസ്തകത്തിൽ KEN ഉണ്ടാവില്ല, അദ്ദേഹത്തിൻ്റെ സ്പീച്ചുണ്ട്, അദ്ദേഹത്തിൻ്റെ തോട്ടുണ്ടാവും, ഒന്നുമില്ല. പക്ഷേ ഇവരെയെല്ലാം ONV കുറിപ്പിനെ, ONVയുടെ സാറിൻ്റെ കവിത കേട്ടിട്ടുണ്ട്, കവിത വായിച്ചിട്ടുണ്ട്, ഭൂമിക്കൊരു ചരമ്പഗീതം പുസ്തകത്തിലുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ട്, വേറെയുമുണ്ട്. പക്ഷേ സുഗതകുമാരി ടീച്ചറെ, രാത്രിമഴ സുഗതകുമാരി ടീച്ചർ അത് കാണാതെ പിടിച്ച് പരീക്ഷ എഴുതി ജയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് സുഗതകുമാരി ടീച്ചറുടെ പ്രസംഗം ഇപ്പോഴാണെങ്കിൽ യൂട്യൂബെല്ലാം വഴി കുറേ കൂടി അത്തരം സാധ്യതകളുണ്ടെന്ന് പറയാം, മുൻപ് അതുമില്ലല്ലോ. അപ്പോൾ ഞാൻ അവരെയൊക്കെ നേരിൽ കാണുന്നത് എന്നിൽ അത്തരം കൂടുതൽ എഴുതാനും അല്ലെങ്കിൽ കൂടുതൽ വായിക്കാനും കൂടുതൽ അന്വേഷിക്കാനും ഇവരെയൊക്കെ ഫോളോ ചെയ്യാനും ഒക്കെ തരേണ്ടത് ഇവരെ കാണുമ്പോഴാണല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം ഫെസ്റ്റിവലുകളിലൂടെ സംഭവിക്കുന്നൊരു കാര്യം, വിശ്വവിഖ്യാതരായ ആളുകളെ നമുക്ക് അരികിലെത്തിക്കാൻ കഴിയുന്നു. അവരുടെ ചിന്തകളും ജീവിതങ്ങളും ഒക്കെ തീർച്ചയായും. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരാൾ പങ്കെടുക്കുന്നെന്ന് പറയുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ ഇതാരാണെന്ന് ചിലപ്പോൾ നമുക്കറിയാതെ നമ്മൾ ചിലപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. അവിടെ നിന്നല്ലേ ഒരു പുതിയ അറിവിൻ്റെ ലോകം ആരംഭിക്കുന്നത്. മാതൃഭൂമിയുടെ ഫെസ്റ്റിൽ എനിക്ക് വളരെ ആദരവാണുള്ളത് ആ ഫെസ്റ്റിനോട്, എല്ലാ ഫെസ്റ്റിവലുകളും. ഇപ്പോൾ മാതൃഭൂമിയുടെ ഹോർത്തൂസിൻ്റെ സമയത്ത്, മനോരമയുടെ ഹോർത്തൂസിൻ്റെ സമയത്ത് അവരിപ്പോൾ തുടങ്ങിയതാണ്, ഞാനതിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ എൻ്റെ ഫെസ്റ്റിവലിനെ എനിക്ക് മുഴുവൻ കാണാനോ ശ്രദ്ധിക്കാനോ കഴിഞ്ഞില്ല, കാരണം പാലക്കാട് ബൈ ഇലക്ഷൻ്റെ സമയത്തായിരുന്നു. ഞാൻ പോയി തിരക്കടയിൽ പോയിട്ട് തിരിച്ചുപോയി. ഞാൻ പറഞ്ഞത്, അത് പുറത്തുനിന്നത് കാണാനും അതിന് ഒരുപാട് ന്യൂ ജനറേഷനെ ആകർഷിക്കുന്നുണ്ടല്ലോ. ന്യൂ ജനറേഷനെ ആകർഷിക്കുന്നൊരു നല്ല ഒരു കൾച്ചറൽ ഇവൻറ്റുകൾ വളരെ വലുതാണ്, അതിന് വലിയ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ കൾച്ചറൽ ഇവൻറ്റുകളെയും പറയും. ഇപ്പോൾ തിരുവനന്തപുരത്ത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ, കോവളത്തെ വെള്ളാറിലെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ മിക്കവാറും സമയങ്ങളിൽ നടക്കുന്ന വളരെ ഇൻ്റർനാഷണലായിട്ടുള്ള ഗംഭീരമായ കൾച്ചറൽ ഇവൻറ്റുകളുണ്ട്. ചില കൾച്ചറൽ ഫോം തന്നെ നമുക്ക് ആദ്യമായി ഇവിടെ കാണാൻ കഴിയും. ഇങ്ങനെയല്ലേ നമ്മൾ അറിയുക, ലോകത്തെ അറിയുക, മനുഷ്യരുടെ ജീവിതങ്ങൾ അറിയുക. അപ്പോൾ ബിയോണ്ട് ദി ഗാഡ്ജറ്റ്, ബിയോണ്ട് ദി ഇൻ്റർനെറ്റ് ഹൈവേ, നമുക്ക് മനുഷ്യനും തമ്മിൽ ബന്ധത്തെ വിളക്കി ചേർക്കാൻ കഴിയുന്ന, അതിൽ നിന്ന് ലേൺ ചെയ്യാൻ കഴിയുന്ന, അങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യരാകാൻ കഴിയുന്ന ഒരു വലിയ സ്പേസ് കേരളത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ പോസിറ്റീവാണ്, കേരളത്തിൻ്റെ സവിശേഷതയാണ്. ഈവൻ കേരളത്തിൻ്റെ ഫിലിം ഫെസ്റ്റിവൽ
IFFK കേരളത്തിലെ ഏറ്റവും ഗംഭീരമായ സോഷ്യൽ സ്പേസ് പ്രതിവർഷം നമ്മൾ സൃഷ്ടിക്കുന്നത് IFFKയിലാണ്. അതിൽ പുതിയ തലമുറയെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നു, പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നു, പുതിയ അറിവുകൾ ഉണ്ടാകുന്നു, പുതിയ സിനിമകൾ കാണുന്നു, സിനിമകളിലൂടെ ലോകത്തെ കാണുന്നു. മനുഷ്യനൊരാമുഖം എന്നൊരു നോവലിൽ സുഭാഷ് ചന്ദ്രൻ തച്ചനക്കര എന്നൊരു ഗ്രാമത്തിൻ്റെ സാമൂഹിക പരിവർത്തനം അടയാളപ്പെടുത്തുന്നുണ്ട്. അതാണ് ആ നോവലിൻ്റെ പ്രമേയവും. ആ തച്ചനക്കരയിൽ മാറ്റമുണ്ടായതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഭാഗത്ത് എന്നെ ഏറെ ആകർഷിച്ചത് ഏതാണ്ട് ഇതുപോലെയാണ്. അവിടെ ഈഗിൾസ് ക്ലബ്ബ് എന്നൊരു ക്ലബ്ബ്, ആ ക്ലബ്ബാണ് അവിടുത്തെ സാമൂഹിക മാറ്റത്തിനെല്ലാം അടിത്തറയിട്ടത്. അപ്പോൾ ഏതാണ്ട് ഇതുപോലെയാണ് ആ ഭാഗം. ഈഗിൾസ് ക്ലബിൻ്റെ വടക്കേ ചുമരിലെ ചെറിയ ജനാലയിലൂടെ അകത്തേക്ക് അരിച്ചിറങ്ങിയ വെളിച്ചത്തിൽ അവിടെ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാർ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. ചെറിയ പ്രസിദ്ധീകരണങ്ങൾക്കപ്പുറത്ത് കുറേ തടിച്ച ഗ്രന്ഥങ്ങൾ, വലിയ പുസ്തകങ്ങൾ കൂടി എത്തിച്ചേരാൻ തുടങ്ങി. അങ്ങനെ ആ വെളിച്ചത്തിൽ അവർ വായിച്ച പുസ്തകങ്ങളിലൂടെയാണ് ലോകത്തെ അവർ കാണാൻ തുടങ്ങിയത്. അനദർ വേൾഡ് ഈസ് പോസിബിൾ എന്നൊരു ചിന്ത എങ്ങനെയാണ് മലയാളിയുടെ മനസ്സിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ അത് ഗ്രന്ഥശാലകളിലൂടെയായിരുന്നു. ആ ഗ്രന്ഥശാലകളുടെ റോള് ഇന്ന് പുസ്തക വായനയിലൂടെ മാത്രമല്ല, ഒബ്വിയസ്ലി ഇൻ്റർനെറ്റിൻ്റെ മേഖലയിലുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് വളരെ ലെജൻഡറി ആയിട്ടുള്ള ആളുകൾ ഇവിടെ വരുന്നു, അവരെ കാണുന്നു, അവരെ കേൾക്കുന്നു. അതിലൂടെ ഒരു പുതിയ ലോകത്തേക്കുള്ള തുടക്കം സിനിമകളിലൂടെ, IFFKയിൽ പ്രദർശിപ്പിക്കുന്ന ഈ മികവുറ്റ സിനിമകളിലൂടെ നമ്മൾ ലോകത്തെയാണ് കാണുന്നത്. ഈഗിൾസ് ക്ലബിൻ്റെ ചെറിയ മുറിയിലിരുന്ന് സുഭാഷ് ചന്ദ്രൻ മനുഷ്യനാമുഖത്തിൽ പറയുന്നത് പോലെ ആ ചെറുപ്പക്കാർ ലോകത്തെ കണ്ടതുപോലെ തിരുവനന്തപുരത്തെ തിയേറ്ററുകൾക്കകത്തിരുന്ന് മലയാളി പുതിയ തലമുറ, അപ്കമിങ് ജനറേഷൻ ലോകത്തെ കാണുകയാണ്. സങ്കീർണമായ ലോകത്തെ തിരിച്ചറിയുക. അത് അവനിലുണ്ടാക്കുന്ന ഒരു സോഷ്യൽ സ്പിരിറ്റ് ചെറുതല്ല, സാമൂഹ്യ പ്രതിബദ്ധത, നേരത്തെ പറഞ്ഞ എമ്പതി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ വളരെ അവൻ്റെ രാഷ്ട്രീയാവബോധം, അവൻ്റെ നിലപാടുകളിൽ രൂപപ്പെടുത്തുന്നത്. ഇനി ജെൻഡർ ഇക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജെൻഡർ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി പുതിയ ആധുനിക കാലത്ത് നാം ഉയർത്തിപ്പിടിക്കേണ്ട ഒട്ടനവധി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം നിർമ്മിച്ചെടുക്കുന്നതിന് വലിയ സഹായകമാണ് ഇത്തരത്തിലുള്ള കൾച്ചറൽ സോഷ്യൽ സ്പേസുകൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ഉണ്ടാകണം എന്നുള്ളതാണ്. തീർച്ചയായും ഞങ്ങളുടെ സംഘടന അത് ഏറ്റെടുത്ത് ആ നിലയിൽ തന്നെ നിർവഹിക്കുന്നുണ്ട്. കേരളത്തിലെമ്പാടും അത് നിർവഹിക്കുന്നുണ്ട്. ഇതിനു പുറമെ നമ്മളീ പറയുന്നതിന് പുറമെയുള്ള ഒട്ടനവധി കൾച്ചറൽ ഫെസ്റ്റുകൾ ഇപ്പോൾ കേരളത്തിൽ സജീവമാവുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, നമ്മുടെ നാടകോത്സവം, അന്തർദേശീയ നാടകോത്സവമാണ് തൃശ്ശൂർ എല്ലായ്പ്പോഴും വേദിയാകുന്നത്. കൊച്ചി ബിനാലെ ഒരിക്കലും വിട്ടുപോകാൻ പാടുള്ളതല്ല. ബിനാലെ, ഇങ്ങനെ ഒട്ടനവധി സ്പേസുകൾ ഉണ്ടാകുന്നു. ഇതിൽ ഒരു കാര്യം ഇപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, ഇതിൽ മാനസിക സമ്മർദ്ദം പോലും കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്ന ഈ സോഷ്യോ കൂട്ടായ്മ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം അല്ലെങ്കിൽ സന്തോഷപൂർവ്വം ഞങ്ങൾക്കും കൂടി ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ സ്വാസ് ബേസ്ഡ് ഒരു കമ്മ്യൂണിറ്റി ഇപ്പോൾ പറഞ്ഞ പോലെ ഇത്തരം ഒരു സ്പേസിൽ നിന്നാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എന്നോട് സൂചിപ്പിച്ചു, KLFൻ്റെ പരിസരത്തിൽ നിന്നാണ് ഇതിന് ചിന്ത രൂപപ്പെടുന്നത്. തീർച്ചയായിട്ടും അതാണ് പറഞ്ഞത്. അതിന് നമ്മൾ നിർവചനാതീതമായ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള കരുത്തുണ്ട്. അത് വലിയ സ്പേസാണത്. തീർച്ചയായും അത്തരം സ്പേസുകൾ ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനെ ഒരു സ്പേസാണ്. ഒട്ടനവധി സ്പേസുകൾ കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്ന, ഭാഷയെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്ന അത്തരമുള്ള എല്ലാ സ്പേസുകളെയും നമ്മൾ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ തിരുവനന്തപുരത്ത് സൂര്യ ഫെസ്റ്റിവൽ, ഒട്ടനവധി, ഞാൻ കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ ക്ലബ്ബുകൾ നടത്തുന്ന ഫെസ്റ്റിവലുകൾ. ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ കേരള ഗവൺമെൻറ് ആരംഭിച്ച, കേരളത്തെ ബ്രാൻഡ് ചെയ്യുക, കേരളത്തിൻ്റെ ഹാപ്പിനെസ് സ്കോർ എന്നൊരു ആംഗിളിൽ ആരംഭിച്ച കേരളീയം വളരെ ഭയങ്കര ഗംഭീരമായിട്ടായിരുന്നു. എന്തൊരു ഫുട്ബോളായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ തന്നെ ഓൺ ഇനിഷ്യേറ്റീവാണല്ലോ. കേരള നിയമസഭ നടത്തിവരുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവം, സാംസ്കാരികോത്സവം വളരെ ശക്തമാണ്. അത് ആ നിലയിലുള്ളൊരു അവബോധം നിർമ്മിക്കുക. അങ്ങനെ മാത്രമേ സൊസൈറ്റിയെ നമുക്ക് ശക്തിപ്പെടുത്താനാവുകയുള്ളൂ, കൂടുതൽ പ്രോഗ്രസീവായി നിലനിർത്താൻ കഴിയുകയുള്ളൂ. അത് വർദ്ധിപ്പിക്കണം. ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ആളുകൾ പങ്കെടുക്കുമ്പം അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ ശരിക്കും അവരിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ട്. അതായത് അതുവരെ നേരത്തെ പറഞ്ഞ ഗാഡ്ജറ്റ് തന്നെ ഒതുങ്ങിയിരുന്ന
ആളുകൾ, പിന്നെ ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ പോലും അതിൽ വന്ന് ഇത്രയും എല്ലാ കമ്മ്യൂണിറ്റിയിലും പങ്കെടുത്തതിന് ശേഷം അവർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളുണ്ടല്ലോ, വ്യക്തിവികാസം മാത്രമല്ല, കോണ്ടാക്ട്സ്, ചർച്ചകൾ, വ്യത്യസ്തമായ ചർച്ചകൾ, അങ്ങനെ ഒരുപാട് രീതിയിൽ ഇനിയും മാറാനുള്ള സ്പേസ് കേരളത്തിലുണ്ട്. ഇനിയും ഒരുപാട് ആളുകൾ കടന്നു വരട്ടെ, ആ രീതിയിൽ വളരട്ടെ രീതിയിൽ. യെസ് സർ, ഇപ്പോൾ ഇത്രയും നമ്മൾ എമ്പതിയുടെ പറയുമ്പോഴും മാനസിക സംഘർഷം അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെസ്സ്, മെൻ്റൽ ഹെൽത്തിനെ പറ്റി ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളെക്കാളും നമ്മൾ കുറച്ച് പിന്നിലല്ലേ എന്നുള്ള, അതായത് വിദേശ രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പം നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് വേഗതയിൽ പോവേണ്ട ആവശ്യം അത് തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് താങ്കൾ ഈ പറഞ്ഞ പോലെ ഒരു സയൻറ്റിഫിക്കായ ഇൻപുട്ട് എൻ്റെ മുമ്പിലില്ല, ഡേറ്റ എൻ്റെ മുമ്പിലില്ല, മറ്റുള്ള രാജ്യങ്ങളുടെ അവസ്ഥയോ ഞാനതിലേക്ക് അങ്ങനെ പോയിട്ടുമില്ല, എനിക്കത് അറിയില്ല. ബട്ട് ജനറലി അങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. അതിനൊപ്പം ആൾക്കാർ പറയുന്നത് ഇവിടെ ഇപ്പം ഒരു തെറാപ്പി എടുക്കണമെങ്കിൽ ആൾക്കാർക്ക് കുറച്ചൊരു മടിയുണ്ട്. അത് ഞാനതിലേക്കാണ് പറഞ്ഞു വരുന്നത്. അതുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ മാനസികമായ പല സമ്മർദ്ദങ്ങൾ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി പാർലമെൻറ്റ് അംഗമെന്ന നിലയിലും DYFIയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് എന്ന നിലയിലും ഞാൻ ശ്രദ്ധിക്കുന്നൊരു മേഖല IT അനുബന്ധ മേഖലകളിലെ, IT മാത്രമല്ല അനുബന്ധ മേഖലകളിലെ തൊഴിൽ സമ്മർദ്ദത്തെക്കുറിച്ചും ചൂഷണത്തെക്കുറിച്ചുമാണ്. അപ്പോൾ വർക്ക് ആൻഡ് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് ഒരു പുതിയ ടേമായി തന്നെ ലോകത്ത് വലിയ കൺസേണായി ഉയർന്നു വരുന്നുണ്ട്. എപ്പോഴാണ് വാക്ക്, ഏത് സമയം വരെയാണ് വാക്ക്, എപ്പോഴാണ് അവരുടെ ലൈഫിൻ്റെ ഗുഡ് ടൈം? അപ്പോൾ കോവിഡിന് ശേഷം അത് കുറേ കൂടി അപകടകരമായ വിധം മാറിയിട്ടുണ്ട്. അപ്പോൾ കോവിഡിന് വർക്ക് ഫ്രം ഹോം എന്നുള്ളത് ഒരു അത്യന്താപേക്ഷിതമായി എസെൻഷ്യലായി മാറി. അപ്പോൾ പിന്നീട് പല കമ്പനികളും അത് തന്നെ തുടരുന്നു. ഇനി ഇപ്പോൾ ജോലി എന്ന് പറഞ്ഞാൽ വീട്ടിലും ഓഫീസിലും ജോലിയാണ്, വീട്ടിലെത്തിയാലും ജോലിയാണ്. വീട്ടിലെത്തിയാലും ജോലി ഇൻ ദ സെൻസ് ചിലപ്പോൾ ഓൺ കോള് ഇത്ര മണിക്ക് അവൈലബിൾ ആയിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫാമിലിയുമായിട്ട് അവർ പുറത്തു പോകാൻ വേണ്ടി തീരുമാനിക്കുന്നൊരു സമയമായിരിക്കും ചിലപ്പോൾ ഓൺ കോള്. പിന്നെ നമ്മുടെ IT ഇൻഡസ്ട്രിയിലെല്ലാം തന്നെ ജോലി ചെയ്യുന്ന, ഇല്ലെങ്കിൽ അനുബന്ധ മേഖലകളിൽ ജോലി ചെയ്യുന്ന പലരും എൻഗേജ് ചെയ്യുന്ന, അവരെ അസൈൻ ചെയ്തിരിക്കുന്ന പ്രോജക്റ്റുകൾ പലതും മറ്റ് രാജ്യങ്ങളിലായിരിക്കും. അവരുടെ ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് അവരിവിടെ അവൈലബിൾ ആവണ്ടേ. അപ്പോൾ ഇവരുടെ ടൈം എപ്പോഴാണ്, ഇവരുടെ ഈ പറയുന്ന ഗുഡ് ടൈം, ഇവരുടെ ലൈഫിൻ്റെ ടൈം എപ്പോഴാണ്? അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ രംഗത്താണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പരിശോധിച്ച് പോകുമ്പോൾ ഈ പല കമ്പനികളിലുമുള്ള ഒരു വലിയ ശതമാനം ആളുകൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിന് ഇരയാകുന്നു. ഡിപ്രഷനെ ട്രീറ്റ് ചെയ്യുന്നവർ, ഡിപ്രഷൻ ആകുന്നവർ. അപ്പോൾ ഒട്ടനവധി മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് വളരെ വലിയ പ്രശ്നങ്ങളായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ മാനസിക സമ്മർദ്ദങ്ങൾക്കുള്ള ചികിത്സ തേടുക എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എന്തോ മോശപ്പെട്ടൊരു കാര്യമാണ് എന്ന നിലയിലേക്ക് അത് മാറുന്നുണ്ട്. പക്ഷേ അത് മാറണം. അതൊരു രോഗാവസ്ഥയാണെന്നും അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ കഴിയുന്നൊരു കാര്യമാണെന്നും, അങ്ങനെ കൂടി ഒന്ന് ഇടപെട്ട് പരിഹരിച്ചാൽ, സയൻറ്റിഫിക്കലി അത് പരിഹരിച്ചാൽ നമ്മുടെ വളരെ പ്രൊഡക്റ്റീവാക്കാൻ കഴിയും, നമ്മുടെ ഹാപ്പിനെസ് സ്കോറിൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള നല്ല അവബോധത്തിൻ്റെ ആവശ്യകതയുണ്ട്. മാനസികാരോഗ്യത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ പതിറ്റാണ്ടുകളായി നീണ്ടു നിൽക്കുന്ന നമ്മുടെ തെറ്റായ ധാരണകളെ മാറ്റേണ്ടതുണ്ട്. മാത്രവുമല്ല, ഈ സ്പേസിലാണ് വലിയ തോതിൽ അന്ധവിശ്വാസവും കയറി വരുന്നത്, അത്തരത്തിലുള്ള ചൂഷണങ്ങൾ കയറി വരുന്നത്, അനാചാരങ്ങൾ കയറി വരുന്നത്. അപ്പോൾ അത് മാറ്റുകയും വേണം. അപ്പോൾ അതിനെ പറ്റുന്ന നല്ല അവബോധം തന്നെയാണ് ആവശ്യം. താങ്കളുടെ അഭിപ്രായത്തോട് അക്കാര്യത്തിൽ യോജിക്കുക. അപ്പോൾ എത്രത്തോളം ഗവൺമെൻറ് ഇതിനോട്, അതായത് ഇപ്പം ഒരു നല്ല തെറാപ്പി അന്വേഷിച്ച് പോകുമ്പോൾ റൈറ്റായിട്ടുള്ള തെറാപ്പിസ്റ്റ് ആണോ അതോ ഫേക്ക് ആണോ, അങ്ങനെ ഒരു ഇടകലർന്ന, ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ നല്ല കറക്റ്റായിട്ടുള്ള തെറാപ്പിസ്റ്റാണ്. അത് പക്ഷേ ആളുകൾക്ക്, ഒരുപാട് ആളുകൾക്ക് കാറ്റർ ചെയ്യാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പരിമിതമായൊരു ഇതുണ്ട്. നമ്മുടെ ഗവൺമെൻറ് ഈ മാൻ പവറിൽ ഈ മേഖല അധികം വികസിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യമായി വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോഴത് അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു നമുക്ക് കുറേ കൂടി വികേന്ദ്രീകൃതമായൊരു സിസ്റ്റം ഇതിനാവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ സ്കൂളുകളിൽ നമ്മൾ കൗൺസിലിംഗ് സിസ്റ്റം ആരംഭിച്ചിട്ടുണ്ട്. അതിനൊരു മെക്കാനിസം നമുക്കിപ്പോഴുണ്ട്. വളരെ നല്ല പോസിറ്റീവായ കാര്യമാണ്. അത് കുറേ കൂടി സ്ട്രെങ്തൻ ചെയ്യാവുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊട്ടനവധി മേഖലകളിൽ ഇപ്പോഴും നമ്മൾ പല മേഖലകളിലേക്കും ഇത് ക്യാമ്പസിലേക്ക് അത് വരുന്നുണ്ട്, വർക്ക് പ്ലേസുകളിൽ അത് വരുന്നുണ്ട്. അപ്പോൾ മാനസികാരോഗ്യം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇവിടെയാണ് നമ്മൾ പറയുമല്ലോ, ഇപ്പം ഈ ഹാങ് ഔട്ട്, എനിക്ക് ആരോടെങ്കിലും ഒന്ന് പറയണം, സംസാരിക്കാനും കേൾക്കാനും. എന്നെ ഒന്ന് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന മനുഷ്യരുണ്ട്. എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം, എനിക്ക് ആരുമില്ല സംസാരിക്കാൻ.
എൻ്റെ പാർട്ണറോട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ഇല്ല, കാരണം അയാളുടെ പിന്നെ ഷിഫ്റ്റ് 2 സമയത്താണ്. അതെ. അപ്പോൾ എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റും. ഇത് വലിയ പ്രശ്നമല്ലേ? അതും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ നെഗറ്റീവായി ബാധിക്കും. നമ്മളെപ്പോഴും ഒരു നല്ലൊരു സൊസൈറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മനുഷ്യൻ്റെ ഹാപ്പിനെസ് പ്ലസ് പ്രൊഡക്ടിവിറ്റി. ഹാപ്പിനെസ് ഉണ്ടാകാതെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകില്ല. അപ്പോൾ അതിനുവേണ്ടി എപ്പോഴും നമ്മൾ ശ്രമിക്കുക. ഹാപ്പിനെസ് സ്കോർ എങ്ങനെയാണ് ഉയർത്തേണ്ടത്? കേരള ഗവൺമെൻറ് ലക്ഷ്യം വയ്ക്കുന്നതും ഇപ്പോൾ ആ വഴിക്കാണ്. നമ്മുടെ ഗവൺമെൻറ് വരുന്ന അടുത്തൊരു 25 വർഷത്തെ കർമ്മ പദ്ധതി കേരളം എങ്ങനെയായിരിക്കണമെന്നൊരു വിഷൻ പ്ലാൻ മുൻപോട്ട് വെച്ചിട്ടുണ്ട്, മന്ത്രിസഭ തന്നെ അംഗീകരിച്ച്. ആ വിഷൻ പ്ലാൻ അനുസരിച്ച് നമ്മുടെ കേരളം അടുത്ത 25 വർഷത്തിനകം വികസിത രാജ്യങ്ങളിലെ ഒരു മനുഷ്യൻ്റെ ജീവിത നിലവാരത്തിന് തുല്യമായി കേരളത്തെ മാറ്റിയെടുക്കണം. അതിൽ പ്രധാനപ്പെട്ടത് ഹാപ്പിനെസ് സ്കോർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സന്തോഷമായ മനുഷ്യനാണല്ലോ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പോലും കഴിയൂ. അതെ, എങ്കിലും പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുകയുള്ളൂ. ഹാപ്പിനെസ് സ്കോർ നെഗറ്റീവ് ആണെങ്കിൽ പ്രൊഡക്ടിവിറ്റിയും നെഗറ്റീവ് തന്നെ ആയിരിക്കും. ഇതിന് പോളിസിപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ഗവൺമെൻറ് പരമല്ലാതെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റി, ഇപ്പം കമ്മ്യൂണിറ്റി ഉൾപ്പെടെ ചർച്ചകൾക്ക് പോസിബിലിറ്റി ഉണ്ടോ? ഇത് നമ്മൾ ഹാപ്പിനെസ്സിനെ കുറിച്ച് നമ്മൾ കേരളത്തിലാണ്, ഇപ്പോൾ ഇന്ത്യയിലെ വേറൊരു സ്റ്റേറ്റിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും. സാക്ഷരത പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ എല്ലാവരും സ്കൂളിലെത്താത്ത, എല്ലാവർക്കും വീടില്ലാത്ത, അല്ലെങ്കിൽ എല്ലാവർക്കും പട്ടിണി തന്നെ സാർവത്രികമായ ഒരു സംസ്ഥാനത്തും പരിസരത്തും നിന്നുകൊണ്ട് ഹാപ്പിനെസ്സിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. പട്ടിണി മാറ്റത്തെ കുറിച്ച് ഇവിടെ നമ്മൾ പട്ടിണി മാറുന്നു, അതിദാരിദ്ര്യം ഇല്ലാതാവുകയാണ്. ഈ ഗവൺമെൻറ് 2021 അധികാരത്തിൽ വന്ന സെക്കൻഡ് ടൈം പിണറായി ഗവൺമെൻറ്റിൻ്റെ ഫസ്റ്റ് ക്യാബിനറ്റിൻ്റെ ഫസ്റ്റ് ഡിസിഷൻ തന്നെ എക്സ്ട്രീം പോവർട്ടി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്ത് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റായി നമ്മൾ മാറുകയാണ്. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് വീടിൻ്റെ ഉടമകളായി. അതുപോലെ തന്നെ വളരെ നല്ല ഗുഡ് ഹെൽത്ത്, ഗുഡ് എഡ്യൂക്കേഷൻ, ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ, ക്വാളിറ്റിയുള്ള ആരോഗ്യ പരിപാലനം, ഇങ്ങനെ ഈവൻ ഇൻ്റർനെറ്റ്, അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇതിനിടയിലാണ് അവരുടെ ഹാപ്പിനെസ് സ്കോർ ഉയർത്താനാവശ്യമായ ഒട്ടനവധി കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് സോഷ്യൽ സ്പേസിന് റോളുണ്ട്, ഇൻഡിവിജ്വലായിട്ടുള്ള മാനസികാരോഗ്യത്തിന് റോളുണ്ട്, നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് മേഖലയെ വികസിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്, ഡൊമസ്റ്റിക് ടൂറിസത്തെ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ കേരള ഗവൺമെൻറ് PM മുഹമ്മദ് റിയാസ് മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഡെസ്റ്റിനേഷൻ ചലഞ്ച് ആരംഭിച്ചിട്ടുണ്ട്. നല്ല പോയിൻ്റാണ്. നമ്മളിപ്പോൾ ഡെസ്റ്റിനേഷൻ എൻ്റെ നാട്ടിലൊരു ചെറിയ സ്പോട്ടും ഒരു ഡെസ്റ്റിനേഷനൊക്കെ എനിക്ക് മാറ്റാൻ കഴിയും. അത് വലിയ ക്യാമ്പയിനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പേസുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് അങ്ങനെ പൊതുവിൽ മാനസികാവബോധത്തെക്കുറിച്ച്, മാനസികാരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ടെക്നിക്കലി എന്തെങ്കിലുമല്ല, മറിച്ച് അതിനപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അവബോധ നിർമ്മിതിയുടെ പ്രശ്നം ഉണ്ട്. ഭയപ്പാടോടുകൂടി മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കാണുകയും സ്വന്തം നിലയ്ക്ക് അത് കടിച്ചു തീർക്കുകയും അവസാനം എവിടെയെങ്കിലും എരിഞ്ഞൊടുങ്ങുകയും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന രീതിയിലേക്ക് വലിയൊരു ചലഞ്ച് കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിൽ ആത്മഹത്യാ പ്രവണത കൂടുന്നു എന്നുള്ളതാണ്. വളരെ അപകടം പിടിച്ചൊരു ചിലതാണ്. പിന്നെ കേരളത്തിൽ അതേസമയം തന്നെ വലിയൊരു ചലഞ്ച് രൂപപ്പെട്ട് വരുന്നത് മയക്കുമരുന്നിൻ്റെ ഉപയോഗമാണ്. അപ്പോൾ ഡ്രഗ്സിൻ്റെ ഉപയോഗവും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആത്മഹത്യാ പ്രവണതയും കൗമാരത്തിൻ്റെയും പുതിയ തലമുറയുടെയും ഒരു വലിയ ചലഞ്ചാണ്. അപ്പോൾ അതുണ്ടാകാൻ പാടില്ല. അതിന് മാനസികാരോഗ്യത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ ഭയപ്പാടുകൾ മാറണം. മാനസികാരോഗ്യ പരിപാലനവും ഒരു പ്രധാനപ്പെട്ട പരിപാലനം തന്നെയാണ്. കോവിഡിനെ ശാസ്ത്രീയമായ ചികിത്സാ രീതികളിലൂടെ അതിജീവിക്കാൻ നമുക്ക് സാധിച്ചു. നമുക്ക് ഒറ്റക്കെട്ടായി അതിൽ നിൽക്കാൻ കഴിഞ്ഞു. എന്നാൽ അതുപോലെ കോവിഡ് വന്നാൽ ഡോക്ടറെ കാണാൻ പോകണം, ടെസ്റ്റ് എടുത്താൻ പോകണമെന്ന അവബോധം മലയാളിക്കുണ്ട്. പക്ഷേ എനിക്കൊരു മാനസികമായ ഒരു പ്രശ്നം, ഒരു ഡിപ്രഷൻ്റെ ഒരു മൂഡ് സ്വിങ് ഉണ്ടാകുന്നെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ പോകും, ഇനി പോയാലും മരുന്ന് വേണ്ട കേട്ടോ എന്നെല്ലാം പറയുന്നതിൻ്റെ ഒരു ഐറണി ഉണ്ടല്ലോ. ശരിയാണ്, അത് ശരിയല്ല. ക്യാൻസർ വന്നാൽ നമ്മൾ ആശുപത്രിയിൽ പോകും, പക്ഷേ എനിക്കൊരു മാനസിക പ്രശ്നം വന്നാൽ അത് വലിയ പ്രശ്നമാണ്. നമ്മൾ വളരെ ഈ പറയുന്ന പോലെ റേഡിയേഷന് വിധേയമാകാൻ കുഴപ്പമില്ല, പക്ഷേ എനിക്കൊരു മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ അത് മരുന്നുണ്ട് കേട്ടോ, മരുന്ന് വേണ്ട ഡോക്ടറെ, ഉപദേശം മതി എന്ന് പറഞ്ഞു. പനി മുതൽ ക്യാൻസർ വരെയുള്ള എല്ലാത്തിനും നമ്മൾ മരുന്ന്, റേഡിയേഷൻ, എല്ലാ ചികിത്സാ രീതികളെയും, എന്തിനേറെ
സൗന്ദര്യവർദ്ധനത്തിന് വേണ്ടിയിട്ട് പോലും നമ്മൾ സർജറികൾ ചെയ്യാൻ മലയാളിക്ക് ഒരു പ്രശ്നമില്ല. അതെ, ഒരുപാട് വെൽ കെയർ ക്ലിനിക്കുകൾ ഇപ്പോൾ നല്ല നിലയിലുള്ള ഒരുപാട് വെൽനസ് ക്ലിനിക്കുകൾ കേരളത്തിൽ അതൊരു വേറെ ഇൻഡസ്ട്രിയായി ഡെവലപ്പ് ചെയ്തിരുന്നുണ്ട്. അതൊക്കെ പോസിറ്റീവായിട്ടാണ് കാണേണ്ടത്, അതിനൊന്നും നെഗറ്റീവായല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിന് പോലും ഒരു പ്രൊസീജിയറിന് വിധേയമാകാൻ എനിക്കൊരു മടിയില്ല, ഞാൻ വരാം. പക്ഷേ ഒരു മാനസിക പ്രശ്നം നേരിട്ടാൽ അത് എങ്ങനെയാണ് ഞാൻ പോയി പറയുക? ഇല്ലെങ്കിൽ പറഞ്ഞാൽ തന്നെ അവരെങ്ങനെ എടുക്കും? ഇനി പറഞ്ഞാൽ തന്നെ എന്താ പ്രശ്നം, അതിനകത്തൊരു ഒരു മരുന്ന് വേണ്ട കേട്ടോ എന്നെല്ലാം പറയുന്നൊരു പ്രശ്നം നമ്മൾ മാറണ്ടേ? എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ചർച്ച, അതേപോലെ ഞാൻ ഇപ്പം ശ്വാസം എന്ന രീതിയിൽ ആണെങ്കിൽ പോലും കമ്മ്യൂണിറ്റി പ്രവർത്തനം ആയിക്കോട്ടെ, നമ്മുടെ ഈ ചർച്ചകൾ ആളുകളിലേക്ക് എത്തുന്ന വഴി ഇതിനൊക്കെ ഒരു ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ. അങ്ങനെയല്ല, നമ്മൾ തുടർച്ചയായി ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ തുടർച്ചയായി പറയാം. ഈ ആദ്യമായി വെച്ച ഒരു ചെറിയ ചുവടിൽ നിന്നാണ് 1000 കാതങ്ങൾ പൂർത്തിയാക്കിയൊരു വലിയ യാത്ര ആരംഭിച്ചത്. ഒരുപാട് നിലകളുള്ളൊരു വലിയ കെട്ടിടം പണിതുയർത്തിയത് ആദ്യമായി വെച്ച ഒരു ചെറിയ മൂലക്കല്ലിൽ നിന്നാണ്. ശരിയല്ലേ? ഇതൊരു ചൈനീസ് പഴമൊഴിയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മളിത് പറയാൻ തുടങ്ങാതിരുന്നാൽ എത്താനും വൈകും. തീർച്ചയായിട്ടും യാത്ര തുടങ്ങാൻ വൈകുകയാണെങ്കിൽ, ആദ്യ ചുവട് വൈകിയാൽ തീർച്ചയായും ഡെസ്റ്റിനേഷനിലെത്താനുള്ള യാത്രയും വൈകും. കെട്ടാനുള്ള ആദ്യത്തെ കല്ല് വെച്ചില്ലെങ്കിൽ കെട്ടിടം പണി പൂർത്തിയാകുന്നത് താമസാകുന്നതൊക്കെ വൈകും. അതുപോലെ തന്നെയുള്ളൂ. നമ്മൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുക. അത് എല്ലാ പ്ലാറ്റ്ഫോമുകളിലൂടെയും പറയുക. യൂട്യൂബ് ഈസ് എ വെരി പവർഫുൾ പ്ലാറ്റ്ഫോം. സോ ഇതിലൂടെ നമ്മളിത് പറയുന്നു. എപ്പോഴും നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക. മാനസിക ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്ക്, മെൻ്റൽ സ്ട്രെസ്സുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ഡിപ്രഷനോ എന്തെങ്കിലും ഒരാൾക്ക്, ഒന്നാമത് ആ ആൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു സാധാരണ ഒരു പനി വന്ന പോലെ വേഗം ഡോക്ടറിനെ പോയി വിളിക്കാനുള്ള സാധ്യത കുറച്ചുകൂടി കുറവാണ്. നമ്മൾ കണ്ടുപിടിച്ച് വീണ്ടും സ്ട്രെസ് ആവുകയാണല്ലോ എന്ത് നല്ലൊരാളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് തെറാപ്പിസ്റ്റ് ഉണ്ട്. ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഒരു ലിസ്റ്റ് വരും. അപ്പോൾ ഇതിൽ നിന്നും റൈറ്റ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റിനെ ചൂസ് ചെയ്യുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പം ശ്വാസം എന്ന കമ്മ്യൂണിറ്റിയും ശ്വാസം എന്ന കൂട്ടായ്മയൊക്കെ നമ്മൾ ആകുലതയോടെ കാണുന്ന ഒരു വിഷയം അതാണ്. നമ്മൾ സോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതാണ്. സോഴ്സ് പറയുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഉയർത്തി കാണിക്കുന്ന പ്രശ്നം ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. 2 പ്രശ്നങ്ങളാണ് നേരത്തെ പറഞ്ഞതുപോലെ. ഒന്ന്, ഇത്തരത്തിലുള്ള സ്ട്രെസ്സ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങൾ, നിരവധി പ്രശ്നങ്ങൾ, അത് പേഴ്സണൽ സ്പേസിൽ മാത്രമുള്ള നിരവധി പ്രശ്നങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതെല്ലാം യഥാർത്ഥത്തിൽ പറയാനും അതിന് ട്രീറ്റ് ചെയ്യാനും വിമുഖത കാണിച്ച് കൂടുതൽ വലിയ അപകടങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നമായി നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. അതോടൊപ്പം തന്നെ ഒരു പ്രശ്നമാണ് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാത്ത വളരെ കൃത്യമായ സോഴ്സാണ്. ഇതിനകത്തൊരു എത്തിക്സ് ഭയങ്കരമായ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ക്വാളിറ്റി, അവരുടെ എക്സ്പീരിയൻസ്. 2 വളരെ പ്രധാനപ്പെട്ടതിൻ്റെ മൊറാലിറ്റി, എത്തിക്സ് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ പറയുന്ന വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലേ, പലതരത്തിൽ. അപ്പോൾ അതൊന്നും തന്നെ യഥാർത്ഥത്തിൽ അങ്ങനെ കൺസീവ് ചെയ്യാൻ പറ്റാത്തവരോ ഇല്ലെങ്കിൽ എത്തിക്കലി വളരെ കറക്റ്റല്ലാത്തവരോ അങ്ങനെയൊക്കെയാണ് എങ്കിൽ ഉണ്ടാകുന്നത് വലിയ അപകടമായിരിക്കും, വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ പലരെയും യഥാർത്ഥത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ പോലും പിന്തിരിപ്പിക്കുന്ന ഒരു ഘടകം നല്ല ആളുകളുടെ അവൈലബിലിറ്റിയുടെ കുറവാണ്, ലഭ്യതയുടെ കുറവ് തന്നെയാണ്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. തീർച്ചയായും ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്യേണ്ടത് തന്നെയാണ്. സോഴ്സ് പോലുള്ള കമ്മ്യൂണിറ്റികൾ അല്ലെങ്കിൽ നിങ്ങളുടെ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ലൗഡായി പറയുക, അവയർനെസ്സും അതോടൊപ്പം തന്നെ ഈ ലിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ നമുക്ക് കേരളത്തിലെ മെച്ചപ്പെട്ട റെസ്റ്റോറൻറ്റുകൾ ഏതൊക്കെയാണെന്ന് പോലും നമുക്കിന്ന് സ്റ്റാർ ചെയ്യാൻ പറ്റും. ഇതും നമുക്ക് യഥാർത്ഥത്തിൽ അങ്ങനെ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമോ? അത് അവരുടെ എക്സ്പീരിയൻസ് മാത്രമല്ല, അതിൻ്റെ റിസൾട്ട് മാത്രമല്ല, ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്ന റിസൾട്ട് മാത്രമല്ല, അവരുടെ എത്തിക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ്. പലപ്പോഴും ഇത് വളരെ വൾണറബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കുമല്ലോ ഈ പോവുക, വിക്ടിംസ് ആയിരിക്കും. ഇതിൽ പലതരത്തിലും വിക്ടിംസ് ആയിരിക്കും. അപ്പോൾ ആ പലതരത്തിലുള്ള വിക്ടിംസിന് പോയി സംസാരിക്കാൻ പറ്റുന്ന ഒരു സേഫായ സ്ഥലങ്ങളുണ്ടാകണം. അപ്പോൾ അത് വളരെ ശരിയായ നിയമപരമായും സയൻറ്റിഫിക്കായും ആധികാരികമായും ചെയ്യാൻ കഴിയുന്ന സ്ഥലങ്ങളെ നമുക്ക് സൃഷ്ടിക്കാനും ലിസ്റ്റ് ചെയ്യാനും കഴിഞ്ഞില്ല എങ്കിൽ അത് അപകടകരമായൊരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. സമൂഹത്തിനത് ദോഷമാണ്. തീർച്ചയായും ഗവൺമെൻറ് ഫോക്കസ് ആ മേഖലയിലുണ്ട്. കൂടുതലുണ്ടാകേണ്ടതുണ്ട് എങ്കിൽ കൂടുതലുണ്ടാകാം.
അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. പ്ലസ് അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ഈ രംഗത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും വേണം. പിന്നെ പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഇവരുടെ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ഡോക്ടേഴ്സിൻ്റെ എല്ലാം കമ്മ്യൂണിറ്റി അസോസിയേഷൻസ്, ഇപ്പോൾ എല്ലാ മേഖലകളിലും അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ അവർ തന്നെ ഇതിനകത്തൊരു മെക്കാനിസം കൊണ്ടുവരുന്നുള്ളതാണ്. എനിക്ക് അവരോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളതാണ്, അവരിതിനകത്ത് മുമ്പോട്ട് വരണം. ഇപ്പോൾ IMA ഉണ്ട്, IMAയ്ക്ക് പുറമേ തന്നെ ഈ പറയുന്നത് സൈക്കാട്രിസ്റ്റുകൾക്കിടയിലും സൈക്കോളജിസ്റ്റുകൾക്കിടയിലും വളരെ കൃത്യമായ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും തന്നെ ഈ രംഗത്ത് ഈ കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ ഇതിനകത്തൊരു പ്രോട്ടോക്കോൾ കൊണ്ടുവരാനും ഇതിനകത്ത് അത് കൂടുതൽ എക്സിബിറ്റ് ചെയ്യാനും കൂടുതൽ ആളുകളെ ഏതാണ് എന്നവരെ ഗൈഡ് ചെയ്യാനും കഴിയുന്ന വിധമുള്ള സ്പേസുകൾ അവർ ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ വെർച്വലി അതൊക്കെ സാധ്യമാണല്ലോ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഏറ്റവും കംഫർട്ടബിളായ ഹോട്ടൽ ഏതാണ്, താമസിക്കാൻ ഭക്ഷണം കഴിക്കാൻ ഏറ്റവും മികച്ച റെസ്റ്റോറൻറ്റ് ഏതാണ്, നമുക്ക് അറിയാൻ കഴിയുമല്ലോ ഏതാണെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഇതും അറിയാൻ കഴിയണ്ടേ. ഇനി ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൻ്റെ മാത്രമല്ല, കേരളത്തിലുള്ളവർ മാത്രമല്ല, കേരളത്തിൽ വരുന്ന മറ്റ് സ്റ്റേറ്റുകളിൽ വന്ന് ഇവിടെ താമസിക്കുന്നവർ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഇപ്പോൾ കേരളം എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് തന്നെ കേരളത്തിൽ ടൂറിസത്തിന് വേണ്ടി വരുന്ന ആളുകളുണ്ടാകും. ആ സമയത്ത് അവർക്കൊരു കൺസൾട്ടേഷന് വേണ്ടി വന്നാൽ അവർ എങ്ങനെ അപ്രോച്ച് ചെയ്യും, എവിടെ പോകേണ്ടി വരും? അപ്പോഴങ്ങനെ നമ്മളതിനെ വിശാലാർത്ഥത്തിൽ തന്നെ കാണണം. അത് വളരെ പുരോഗതിയിലേക്ക് കുതിക്കുന്ന അല്ലെങ്കിൽ പുരോഗമനപരമായ ഒരു സൊസൈറ്റിയുടെ അവശ്യ ഘടകമാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. വളരെ സ്ട്രെസ്ഫുള്ളായ ലൈഫ്, മാനസിക സംഘർഷങ്ങൾ ഉയർന്നു വരുന്ന, അതൊരു വലിയ വെല്ലുവിളിയും പ്രശ്നവുമായി ഉയർന്നു വരുന്നൊരു കാലത്ത് തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട ഫോക്കസായി വരേണ്ടത് തന്നെയാണ്. നിങ്ങളുടെ അത്തരത്തിലുള്ള സാർത്ഥകമായ ഇടപെടലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. തീർച്ചയായും അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യും. താങ്ക് യു സർ. സർ, ഇത്രയും നാളത്തെ ഫുൾ കരിയറിൽ സാറിനൊരു വിഷൻ, അടുത്തൊരു 10 വർഷം സാറിനൊരു വിഷൻ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഏതൊക്കെ രീതി? ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് അല്ല, ഞാൻ ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മളെങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം പരമാവധി എന്നത് തീർച്ചയായിട്ടും ഒരു കൺസേണാണ് ജനറലി. മറിച്ച് കേരളത്തെക്കുറിച്ചുള്ളത് ഞാൻ പറഞ്ഞു, എൻ്റെ പാർട്ടിയുടെയും എൻ്റെ ഗവൺമെൻറ്റെയും ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെയും പൊതുവായ ഒരു വിഷൻ ഇന്ന് പബ്ലിക് ഡൊമൈനിലുണ്ട്. തീർച്ചയായും അത് തന്നെയാണ്. അത് 10 ഒരു 25 വർഷത്തെ കേരളം എങ്ങനെയായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് പേഴ്സണലി എങ്ങനെയായിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ സെൽഫ് അപ്ഗ്രേഡ് ചെയ്യുക, കൂടുതൽ മെച്ചപ്പെടാൻ ശ്രമിക്കുക. ഓരോ ദിവസവും ദിനം പ്രതി ഒരു ദിവസം കടന്നു പോകുമ്പോൾ എന്തെല്ലാം പുതുതായിട്ട് ലേൺ ചെയ്യാൻ കഴിഞ്ഞു, എന്തെല്ലാം നമുക്ക് പുതുതായി അപ്ഗ്രേഡ് ചെയ്യപ്പെടാൻ പറ്റി, നമ്മുടെ വ്യക്തിത്വത്തിലാകട്ടെ, നമ്മുടെ നിലപാടുകളാകട്ടെ, എല്ലാ കാര്യങ്ങളും. അങ്ങനെ വളരെ പ്രൊഡക്റ്റീവായി മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്, വളരെ വിഷണറിയായി വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകുക. അപ്പോൾ നമ്മുടെ വിഷനെല്ലാം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 65% ഇന്ന് സ്കൂളിൽ ചേരുന്ന കുട്ടികൾ അവർ പഠിച്ചിറങ്ങുമ്പോഴേക്കും അവരില്ലാത്ത വേറൊരു ലോകത്താണ് അവർ ലാൻഡ് ചെയ്യാൻ പോകുന്നത്. അവരൊന്ന് പുറപ്പെടുമ്പോഴുള്ള ലോകമല്ല, അത് പഠിക്കാൻ തുടങ്ങുമ്പോഴുള്ള ലോകമല്ല, അവർ പ്ലേസ്മെൻറ്റിലേക്ക് എത്തുമ്പോഴുള്ള ലോകം മാറുകയാണ്. അപ്പോൾ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഈ മാറ്റത്തിനിടയിൽ അതിനനുസരിച്ച് നമ്മുടെ വിഷനും ചേഞ്ച് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേരേണ്ട വഴികൾ, ഇടങ്ങൾ, അതിൻ്റെ പൊതുവിലുള്ളൊരു ടാർഗറ്റ് പ്ലാനാണ് കേരള ഗവൺമെൻറ്റും എൻ്റെ പാർട്ടിയും മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അത് 25 വർഷത്തെ ഒരു കർമ്മ പദ്ധതി. എന്തായിരിക്കണം കേരളം? അതൊറ്റ വരിയിൽ പറഞ്ഞാൽ വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം, അവിടുത്തെ ഒരു പൗരൻ്റെ ജീവിത നിലവാരം എടുത്താൽ അയാളുടെ ജീവിത നിലവാരത്തിന് തത്തുല്യമായ ജീവിത നിലവാരം കേരളത്തിലെ ഓരോ പൗരനും ഉണ്ടാകണം. ആ വിഷനോട് കൂടിയാണ് കേരള ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആകട്ടെ, നമ്മുടെ മറ്റെല്ലാ പദ്ധതികളുമാകട്ടെ, വെൽഫെയർ സ്കീമുകളാകട്ടെ, എല്ലാം ആ ദിശയിലാണ് കേരള ഗവൺമെൻറ് ഡ്രൈവ് ചെയ്യുന്നത്. തീർച്ചയായും ആ വഴി തന്നെ ആയിരിക്കുമല്ലോ ഞാനും സഞ്ചരിക്കുക. അതാണല്ലോ കേരളത്തിൽ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്, രാഷ്ട്രീയത്തിനതീതമായി. രാഷ്ട്രീയമെല്ലാം വ്യത്യസ്തമായിട്ടുണ്ടായിക്കോട്ടെ, പക്ഷേ ഇക്കാര്യത്തിൽ നമ്മൾ അങ്ങനെ തന്നെ കേരളത്തിന് സാധിക്കും ആ അച്ചീവ്മെൻറ്റിലേക്ക് എത്താൻ എന്ന നിലയിൽ നിശ്ചയദാർഢ്യത്തോടെ മുമ്പോട്ട് പോവുക. വ്യക്തിപരമായിട്ട് ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കണം. അത് കാണുന്ന സിനിമയിലൂടെ ആയിരിക്കാം, കാണുന്ന ഒരു പുതിയ പരിചയപ്പെടുന്ന ഒരാളിൽ നിന്നായിരിക്കാം, ഫ്ലൈറ്റ് യാത്രയിലോ ട്രെയിനിലോ ബസ്സിലോ അല്ലെങ്കിൽ ഓട്ടോയിലോ കയറുമ്പോൾ തൊട്ടരികിൽ ഓട്ടോ ഓടിക്കുന്ന ഒരാളിൽ നിന്നായിരിക്കാം. അതെ അല്ലേ? നമ്മൾ എവിടെയെല്ലാമാണ് ലേൺ ചെയ്യുന്നത്. ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ലേൺ ചെയ്യാനും നമുക്ക് മുന്നേറാനും നമുക്ക് കൂടുതൽ അപ്ഡേറ്റ് ചെയ്യപ്പെടാനും അപ്ഗ്രേഡ് ചെയ്യപ്പെടാനുമുള്ള അവസരങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് തന്നെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നല്ല വീക്ഷണം. പിന്നെ ഇത്രയും നേരത്തെ നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് വളരെ വിപുലമായിട്ട്
വളരെ വിപുലം, നമ്മൾ എല്ലാ ഏരിയയും കവർ ചെയ്തു. പോഡ്കാസ്റ്റിൻ്റെ സാധ്യത അതാണല്ലോ, വളരെ വിശാലാർത്ഥത്തിൽ നമുക്ക് സംസാരിക്കാമെന്നുള്ളതാണ്. ഓക്കെ, എനിവേ അപ്പോൾ ഇത്രയും ഞങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ചതിന്. പിന്നെ ഇപ്പം സാറ് പറഞ്ഞ പോലെ ഞങ്ങൾക്കും ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇതിന് പ്രവർത്തനം നടക്കുന്നുണ്ട്. കൂടുതൽ മികവാർന്ന ഇനിയും മുന്നോട്ട് പോകാനും ഞങ്ങൾക്കൊരു പ്രേരണയായിരുന്നു ഈ ചർച്ച. തീർച്ചയായും. അതുപോലെ മറ്റുള്ള ഇനിയും ഒരുപാട് കമ്മ്യൂണിറ്റീസും ഇതുപോലുള്ള ഒരുപാട് പുതിയ ഇനിഷ്യേറ്റീവ്സ് വരുന്നുണ്ട്. വളരെ നല്ല വിഷനോടുകൂടിയുള്ള പുതിയ ഇടപെടലുകൾ വരുന്നുണ്ട് വ്യത്യസ്ത മേഖലകളിൽ. അത് പോഡ്കാസ്റ്റ് ആയിട്ടായിരിക്കാം, മറ്റ് യൂട്യൂബ് പ്ലാറ്റ്ഫോമുകൾ, മറ്റ് കോണ്ടൻറ്റുകൾ ഒക്കെ. കണ്ടൻറ്റുകളുടെ ഒരു ലോകമാണല്ലോ, കണ്ടൻറ്റും ഡേറ്റയുമാണല്ലോ ഇന്ന് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഡേറ്റയാകട്ടെ കണ്ടൻ്റ് ആകട്ടെ, എസ്പെഷ്യലി കണ്ടൻറ് ക്രിയേഷനിൽ കേരളം ഒരുപാട് മുമ്പോട്ട് പോകുന്നുണ്ട്. വ്യത്യസ്ത മേഖലകളിലെ നല്ല കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉയർന്നു വരുന്നുണ്ട്. അത് എല്ലായ്പ്പോഴും അത് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ആംഗിൾ ഉണ്ടാകണം. ഞാൻ ആദ്യം ഒരു എപ്പിസോഡിൽ പറയുന്നുണ്ട്, എൻ്റെ കണ്ടൻറ്റ് എനിക്ക് പണം കൊണ്ടുതരാനുള്ള ഒരു വഴി മാത്രമായി കാണരുത്. അതെ, പണം കിട്ടുക എന്നുള്ളത്, റവന്യൂ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായി തന്നെ എടുത്തു. നല്ലത് പറഞ്ഞ റവന്യൂ ഉണ്ടാകാം, നല്ലത് പറഞ്ഞ റവന്യൂ ഉണ്ടാക്കുന്നവരുണ്ട് ഈ നാട്ടിൽ, ശരിയല്ലേ? മിസ്ലീഡ് ചെയ്ത് ഇപ്പോൾ തുബ്രാത്തിക്കും ഇവിടെ നമുക്ക് ഏറ്റവും മെച്ചപ്പെട്ട സ്വീകാര്യത ഇന്ത്യയിലുണ്ട്, ഇല്ലേ? ഇല്ലെങ്കിൽ മെച്ചപ്പെട്ട പോസിറ്റീവ് കണ്ടൻറ്റുകൾ കൊടുക്കുന്ന ആളുകൾക്ക് നല്ല സ്വീകാര്യതയുണ്ട്. അപ്പോൾ ക്രിയേറ്റീവ് കണ്ടൻറ്റുകളാണ് ഉണ്ടാവേണ്ടത്. ആളുകളെ കൺഫ്യൂസ് ചെയ്യോ മിസ്ലീഡ് ചെയ്യോ ഇതിലല്ലാതെ. അതെ, പോസ്റ്റ് ട്രൂത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാത്ത, നുണകൾ പറയാത്ത, വിഷം തുപ്പാത്ത, ജെൻഡർ വിരുദ്ധത പറയാത്ത, പുരോഗമനപരമായ അന്ധവിശ്വാസങ്ങളും അനാചാരവും പ്രചരിപ്പിക്കാത്ത നല്ല പ്ലാറ്റ്ഫോമുകളും നല്ല കോണ്ടൻറ്റുകളും ഇനിയും ക്രിയേറ്റ് ചെയ്യപ്പെടട്ടെ. സോഴ്സ് പോലുള്ള ഇത്തരത്തിലുള്ള സ്പേസുകളുണ്ടാകട്ടെ. ഇതും നല്ലൊരു സോഷ്യൽ സ്പേസാണ്, ഇടപെടലിൻ്റെ സ്പേസാണ്. തീർച്ചയായിട്ടും ആ സ്പേസിലൂടെ നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം എന്ന് മാത്രമാണ് സോഴ്സിനോടും നിങ്ങളോടെല്ലാവരോടും പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.